الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടകർ അഭിമന്യരായ അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ, മറ്റു സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, കാരണവന്മാർ, സംഘാടകരുടെ കണക്കുകളൊക്കെ തെറ്റിച്ച് ഈ വിശുദ്ധമായ ആദർശ സമ്മേളനത്തിലേക്ക് കൂലം കുത്തി ഒഴുകി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ, മറ്റു ഇതര സംഘടനാ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം രണ്ടാമതും ഇവിടെ വരാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അള്ളാഹുവിന്റെ നിശ്ചയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ടത്. ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചരിത്രങ്ങളും വസ്തുതകളുമൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളുകൾ എന്ന നിലക്ക് കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചിലപ്പോ ഒന്നാമത്തെ പൂട്ടുകൊണ്ട് കട്ട ഉടയാഞ്ഞ രണ്ടാമതൊരു പൂട്ടലുണ്ട്. ആ രണ്ടാമത്തെ പൂട്ടും കഴിയുമ്പോഴേക്ക് ഏകദേശത്തെ വിത്ത് വിതക്കാനാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രണ്ടാമത്തെ പൂട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് മഹാന്മാർ ഈ സദസ്സിലുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ആമുഖമായി പറയാനുള്ളത്, നമ്മളൊരു ഉത്തരവാദപ്പെട്ട സംഘടനയുടെ എളിയ ഖാദിമുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ സംസാരങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പക്വതയും പാകതയും ഉണ്ടാവണം. അതാണ് അതിന്റെ നീതി. പക്ഷേ കഴിഞ്ഞ പ്രസംഗത്തിൽ വഹാബ് സംസാരിച്ച സംസാരങ്ങൾ ഞാൻ കേൾക്കണമെന്ന് അവന് വല്ലാത്തൊരു നിർബന്ധം. അങ്ങനെ ഞാനത് പ്രസംഗം മുഴുവനും ഞാനത് കേട്ടു നോക്കി. ആ പ്രസംഗത്തിന് മറുപടി കുറച്ച് മാന്യതയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയതുകൊണ്ട് കുറച്ചൊക്കെ ഭാഷയിൽ സംസാരിക്കും. സവിനയം ആ വിഷയത്തിൽ ക്ഷമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കിടന്നുറങ്ങണ ആളെ വിളിച്ചുകൊണ്ടിരിക്കാണ്ട് ചോറില്ലാന്ന് പറഞ്ഞ മൂന്നക്ക് തന്നിട്ടുള്ളത് ഉറപ്പാണ്. ചോറ് വളമ്പി കൊടുക്കാണ്ടോന്ന് നല്ലോണം നോക്കിയതിന് ശേഷം ഉറങ്ങിയ ആളുകളെ വിളിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവിനെ മാത്രം ഭൂലോകത്ത് പേടിച്ച് അവന്റെ ദീനിന്റെ മസ്ലഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്നത് ചെയ്ത് സത്യസന്ധന്മാരായ ആളുകളോടുകൂടെ വല്ലതും നഷ്ടപ്പെടുമോ വല്ലതും ലഭിക്കുമോ എന്ന ലാഭ നഷ്ടങ്ങൾ നോക്കാതെ സത്യത്തിന്റെ മേലിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ എളിയ ഖാദിമുകളായി, എളിയ പ്രവർത്തകന്മാരായി നമ്മൾ പ്രവർത്തിച്ചു പോയി. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു മദ്രസ ഉണ്ടാക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു നിർബന്ധിത സാഹചര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആരാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്, ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ ശേഷം അലവിയാണ് എന്ന് പ്രസംഗത്തിൽ പലതവണ വഹാബ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാനിവിടെ ഓരോന്ന് കൃത്യമായി കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ മറുപടികൾ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹം പരാമർശിച്ചതേ ഇല്ല. എന്നാൽ മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം പാഴ്ശ്രമങ്ങൾ ചില വിഷയങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, നമ്മുടെ ആത്മീയ നേതാക്കന്മാർ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, കോയക്കുട്ടി ഉസ്താദിനെ പോലെ, പാണക്കാട് സാദാത്യങ്ങളെ പോലെ നമ്മൾ
നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ ആത്മീയ നേതാക്കന്മാരെ കുതിര കയറിയാൽ ഞങ്ങൾ കയ്യും കയ്യും നോക്കിയിരിക്കുകയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വളരെ ആദർശപരമായൊരു വിഷയമാണ്. ഇവിടെ നടന്ന പ്രസംഗത്തിൽ, കഴിഞ്ഞ പ്രസംഗത്തിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിച്ചു. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം സൂചിപ്പിച്ചപ്പോൾ വീണ്ടും അതിനെ പരിഹസിക്കുന്ന ഒരു സംസാരമാണ് വഹാബ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങള് ചെറുശ്ശേരിയും ഞാനും ഒരേ മാതിരിയാണ്. ആ മൂണ്ട കണ്ടാത്തിരിയും രണ്ടും ഒരേ മാതിരിയാണോ? എന്താ മൂപ്പരങ്ങനെ പറയാൻ കാരണം കാര്യങ്ങള്? ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദ് പരിപാടിക്ക് വിളിച്ചാൽ 1 മണിക്കൂർ നേരത്തെ വരും. സംഘാടകർക്ക് അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകരുത്, കാരണം അത് താഴ്മയുടെ ഒരു ഭാഗമാണ്. എന്നെക്കൊണ്ട് സംഘാടകർ ഭയങ്കരുതെന്ന് കരുതിയിട്ട് മൂപ്പര് നേരത്തെ വരും. ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ടിട്ട് മൂപ്പര് പറയാണ്, ചെറുശ്ശേരിക്കാരോട് പരിപാടിയില്ലല്ലോ, തിരക്കില്ലല്ലോ, ഞാനും ചെറുശ്ശേരിക്ക് ഒരേ മാതിരി തന്നെയാണ്, ഞാനും ഇവിടെ നേരത്തെയാണ് എത്തിയത് എന്ന് പറഞ്ഞ് മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ പരിഹസിച്ചു. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, എന്തിനു വേണ്ടി മരിച്ചുപോയവരെ നിങ്ങൾ പിടികൂടണം. മരിച്ചുപോയ ആളുകളെ മഹാനായ സൈനുലുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളുടെ പച്ചമാംസ രാവും പകലുമില്ലാതെ കൊത്തിമരിച്ചവരാണ് നിങ്ങൾ. ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി, ഇനിയെങ്കിലും അയാളൊന്ന് വെറുതെ വിട്ടുകൂടെ, ചെറുശ്ശേരി ഉസ്താദിന് വെറുതെ വിട്ടുകൂടെ എന്ന് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് നമ്മളെ കുതിര കയറുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ നോട്ടീസിൽ കൊടുത്തത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നമ്മൾ പറഞ്ഞത് ആര് വന്നാലും ചരിത്രത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. അതങ്ങൾക്ക് പറ്റിയ തകരാറ്. പലരും വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് നമുക്ക് തോന്നി. ആ ചരിത്രത്തെ വക്രീകരിക്കാനും കോട്ടിമാറ്റാനും പലരും വന്നു. ആര് വന്നാലും, ഏത് ശുജായി വന്നാലും ഈ കേരളത്തിന്റെ മണ്ണിൽ പാരമ്പര്യമായ സമസ്തക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കോട്ടിമാറ്റാനും അതിനെ തിരുത്താനും അതിനെ പകരമാക്കാനും ആർക്കും സാധ്യമല്ല എന്നതാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്കും തങ്ങളുടെ ആശയങ്ങൾ പറയാനുള്ള അധികാരമുണ്ട്. ഇത് ഇന്ത്യ രാജ്യമാണ്, മതേതരത്വ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ആർക്കും അവനവന്റെ ആശയങ്ങൾ പറയാനും പ്രത്യയശാസ്ത്രികൾ പങ്കുവെക്കാനും അവനവന്റെ ആശയമനുസരിച്ച് ജീവിക്കുവാനുള്ള മൗലികമായ അവകാശം ഇന്ത്യ രാജ്യത്തെ എല്ലാ ആളുകൾക്കുമുണ്ട്. പക്ഷേ തന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ പ്രതിപക്ഷത്തെ ചവിട്ടി കരിവാരിത്തേച്ച് പരിഹസിക്കുന്നതിന് പകരം പ്രതിപക്ഷത്തെ മാന്യമായൊരു നിലപാടോടുകൂടെ കാണാനുള്ള ഒരു മാന്യതയെങ്കിലും വഹാബ് കാട്ടണമായിരുന്നു എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടാമൃഗത്തിനെ പോലെ നാണിപ്പിക്കുന്ന തൊലിക്കട്ടിയുമായി ഇവിടെ വന്ന് പ്രസംഗിച്ച മമ്പാട്ടുകാരൻ അദ്ദേഹം ഇവിടെ നടത്തിയ ഒരുപാട് വഞ്ചനകളും കളവുകളും സൗകര്യം പോലെ പറയാം. അന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയിരുന്നത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയായിരുന്നു. മഹാനായ റഈസുൽ മുഹസ്സിൻ കണ്ണിയത്ത് ഉസ്താദ് മലപ്പുറത്ത് വെച്ചും കോഴിക്കോട് വെച്ചും 10,000ങ്ങളെ സാക്ഷി നിർത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ കേസ് കൊടുത്തവരെ മുഖം കെടുത്തണ്ട എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന പിറ്റേ ദിവസം പത്രത്തിൽ വന്ന കട്ടിങ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരുന്നു. ആ കട്ടിങ് ഞാൻ വായിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് ദ്വാരന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനയാൾ പറഞ്ഞ മറുപടി എന്താ പറയുന്നത്? ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന പറഞ്ഞ് ആളുകളെ പൊട്ടിസാക്കി പോയി. അയാളെ പറഞ്ഞ ഭാഗം ഇവിടെ വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിനും വേണ്ടി കാര്യം ഇത് കഴിഞ്ഞ ദിവസം നടന്ന പ്രസംഗമായതുകൊണ്ട് ഓഡിയോ നിങ്ങൾ കേൾക്കുന്നു. പണി എന്താ നിങ്ങള് ഇവിടെ വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിനും വേണ്ടി കാര്യം. എങ്ങനെയാണ് നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആൾക്കാരാകുക? കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരുന്നില്ലേ, ഇങ്ങനെ ദ്വാരുന്നില്ലേ. കൗമിനെ പൊട്ടീസ് പറഞ്ഞ് പൊടിച്ചെടുക്കാൻ വേണ്ടി വികാരം കൊള്ളിക്കാണ്. ജനങ്ങളൊക്കെ ബോധമുള്ളവരാണ് മൂല്യരെ. മൂല്യരെ ജനങ്ങളെ ബോധമുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എന്നോട് ആട്ടി പറഞ്ഞേക്കുന്നത്.
ഓരോന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കണോ? ഞങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി കരയാനും കണ്ണിയത്ത് ഉസ്താദിന്റെ മധു പറയാനും കണ്ണിയത്ത് ഉസ്താദിന്റെ അവദാനങ്ങൾ വായിച്ചു പറയാനും കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജമീയത്ത് ഉലമ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റേജ് കിട്ടിയാൽ ഓരോ വല്ല ന്യൂനതകളും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണ പണി ഞങ്ങൾക്ക്. എന്നിട്ട് കേൾക്കണോ നിങ്ങൾ? ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഞാൻ കേൾപ്പിച്ചിരുന്നില്ല. ഞാൻ ആ പ്രാർത്ഥിച്ചതിന് പിറ്റേ ദിവസം പത്രത്തിൽ വന്ന കത്തിങ് ഞാൻ വായിച്ചു. അതൊക്കെ വായിച്ചു വന്ന ഇയാൾ പറയാണ് കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ സ്വബോധത്തോടല്ല പ്രാർത്ഥന നടത്തിയത്. എല്ലാരും നിങ്ങളെമാരി കുടിച്ചോന്നാന്ന് നിങ്ങൾ കരുതി? എല്ലാരും നിങ്ങളെമാരികളുടെ പുതിയന്മാരാണ് കരുതിയോ? കണ്ണിയത്ത് ഉസ്താദ് സ്വബോധത്തോടല്ല പ്രാർത്ഥന നടത്തിയത്. അയാളെ തൊള്ളേ കൂടെ വന്നതാണത്. പിന്നെന്താ അയാൾ പറഞ്ഞാൽ നിങ്ങള് അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരനിക്കണമെങ്കിൽ തന്നെ അള്ളാഹു ഇജാബത്ത് കൊടുക്കൂല. വഹാബിനോട് ചോദിച്ചാൽ ദ്വാരക്ക് ഇജാബത്ത് കൊടുക്കല്. അങ്ങനെ ദ്വാരനിക്കണമെങ്കിൽ തന്നെ അള്ളാഹ് ഇജാബത്ത് കൊടുക്കൂല. ഇയാൾ കഴിഞ്ഞ പ്രസംഗത്ത് പറഞ്ഞതാണ്. പറയാം ദ്വാരത്തിന് സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തനെ നമ്മൾ കേസ് കൊടുത്തോ കൊടുത്തില്ലേ? കൊടുത്തത് ആർക്കാണ്, എന്തിനാണ്, ഏത് ശൈലിയിലാണ്, വേറെ വിഷയമാണ്. അത് വേറെ വിഷയമല്ല. എന്റെ മൂപ്പര് പറഞ്ഞത് സമസ്തയ്ക്ക് നമ്മൾ കേസ് കൊടുത്തോ കൊടുത്തില്ല, അത് ഏതർത്ഥത്തിലാണൊക്കെ വേറെ വിഷയമാണ്. സാധു, അത് വേറെ വിഷയമല്ല. നിങ്ങൾ സമസ്തക്കെതിരെ കേസ് കൊടുത്തതും സമസ്തയെ കുതിര കയറിയതും മഹാന്മാരായ സാത്വികന്മാരായ പണ്ഡിതന്മാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് കോടതി കയറ്റാൻ നിങ്ങൾ നോക്കിയതൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് വേറെ വിഷയമായി തോന്നിയിട്ടുണ്ടാകും. ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല. ഞങ്ങൾക്കതൊരു വലിയ വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഞാൻ വിഷയം നീട്ടിക്കൊണ്ടുപോകല്ല. ഇനി സപ്പോസ് വൈൻ കുതിറ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചാൽ പോലും ആ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തണേ എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സ്വയബോധത്തോടെ ദുആ ചെയ്യൂല. അതിജുള്ളാക്കിട്ടോണ്ട് ദുആ ഇല്ലാതാവൂല. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരം നിൽക്കണേ. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദുആ ചെയ്യൂല. അങ്ങനെ അണ്ണാക്കിനെ ചെറുനാൾ അളക്കാൻ വലിപ്പത്തെ തൊള്ളട്ടുകൊണ്ട് ദ്വായിക്കാതാവും. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരനിക്കണേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരക്കൂല. കാരണം മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത ആലിമാണ്. കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആലിമാണത്രേ. ഏതാണ് ഇയാളെ തൊള്ളോണ്ട് ഇങ്ങനെ ഒരു നല്ലതെങ്കിലും പറഞ്ഞു? അല്ലെങ്കിൽ തന്നെ അണ്ണാച്ചിയാളെ താക്കുവാന മാതിരിയാണ് എല്ലാവരും ഏറ്റും. ഏതായാലും ഇങ്ങനെ ഒരു നന്മ ആ പറഞ്ഞാൽ നമുക്ക് സന്തോഷം. ചെയ്യാത്ത ആലിമാണ്. അതുകൊണ്ട് തന്നെ തന്റെ സ്വയബുദ്ധിയോടെ ഒരാളുടെയും മുഖം കെടുത്തണമെന്ന് അവിടെ നിന്ന് ദ്വാരക്കൂല. കാന്തപുരത്തിന്റെയും കാന്തപുരത്തിന്റെ അനുയായികളുടെയും മുഖം കെടുക്കട്ടെ എന്ന് കണ്ണിയത്ത് ഉസ്താദ് ദ്വാരനിക്കണ. ദ്വാരനിക്കില്ല ഇജ്ജ് പറഞ്ഞാൽ ദ്വാ ഇല്ലാതാവൂല. അതായി പറഞ്ഞ ദ്വാരനിട്ടുണ്ട്. ഞാൻ ആ ദ്വാ കൽപ്പിക്കാൻ പോവാണ്. ഇനി അഥവാ സ്വയബുദ്ധിയില്ലാതെ അവിടുത്തെ വാർദ്ധക്യത്തിന്റെ സാഹചര്യത്തിൽ ആർക്കും സംഭവിക്കാവുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടാരെങ്കിലും അങ്ങനെ പറയിപ്പിച്ച് ദ്വാരിപ്പിച്ചാൽ പോലും ആ ദുആക്ക് അല്ലാഹ് ഇജാബത്ത് കൊടുക്കൂല. മമ്പാട്ടിക്ക് അള്ള വിളിച്ചു ചോദിച്ചിട്ടാണല്ലോ ദുആക്ക് ഉത്തരം കൊടുക്കണ്ടേ തീരുമാനിക്കല്. ചെങ്ങായെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കറാഹത്ത് ചെയ്യാത്ത നല്ല മനുഷ്യനാണ് പറഞ്ഞില്ലേ? അങ്ങനെ കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്ന അന്തണ്ടെങ്കിൽ തിരിയില്ലേ? അതിന് അന്തം തന്നെ സാധനം. കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയേക്കാളും കാട്ടുപോത്തിന്റെ തൊലിക്കട്ടിയേക്കാളും തൊലിക്കട്ടിയോടുകൂടെ നടന്നാൽ എങ്ങനെ പിന്നെ മാന്യത ഉണ്ടാകണം? എങ്ങനെ മാന്യത ഉണ്ടാകണം? കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരന്നിട്ടുണ്ട്. ആ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന പ്രതീക്ഷ നമുക്കുള്ളത്. ആ ദ്വാക്ക് ഉത്തരം കിട്ടിയതിന്റെ നേർ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതെന്താണ്? സമസ്തക്കെതിരെ കേസ് കൊടുത്തവരല്ല മുഖം കെടുത്തട്ടെ, അല്ലാഹു അവരെ ഖൈറിലാക്കാതിരിക്കട്ടെ, അമ്പിയാക്കന്മാരെ ബർക്കത്ത് കൊണ്ട് അവരല്ലാഹു തന്നെ മുഖം കെടുത്തട്ടെ, അവരെ ആരും സഹായിക്കരുത്. കണ്ണിയത്ത് ഉസ്താദ് ദുആന്റെ ലഫ്ളാണത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അവരെ ആരും സഹായിക്കരുത്, അവരെ മീറ്റിങ്ങിന് ആരും പോവുകയും ചെയ്യരുത്. എന്നിട്ട് പിന്നെന്താ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്? ഇതെനിക്കാരും പറഞ്ഞു തന്നിട്ട് പറയല്ല,
അത്തും വിത്തോ എനിക്ക് ചിലവര് പറഞ്ഞിട്ടുണ്ട്. എനിക്കല്ല, ഓർക്കണത്തും വിത്തും. കാലം കുറെ കഴിഞ്ഞാൽ വഹാബിനെ പോലെയുള്ള ഒരു പ്രഭാഷകന്മാർ ഇവിടെ വരുമെന്നും ഇതിനെ നിഷേധിക്കുമെന്നും മഹാനായ കണ്ണിയത്തുസാർ എന്ന കറാമത്തുള്ള മനുഷ്യൻ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്കത് ആരും ചെല്ലിത്തന്നിട്ട് പറഞ്ഞതല്ല എന്ന് മഹാനവറുകൾ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാ അങ്ങനെ ദുആ ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇജാബത്ത് കിട്ടൂല. പേടിയാണ് കണ്ണിയത്തുസാന്റെ ദുആ ഞങ്ങൾക്ക് പറ്റിക്കാണോ എന്ന് പേടി. എന്നിട്ട് പറയണ അതിന് ഇജാബത്ത് കിട്ടൂല. മഹാനായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ദുആ ഒന്ന് കേൾക്കുക. നമ്മൾ ഒരുപാട് വേദിയിൽ നമ്മൾ കേൾപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല എന്ന് ഇവിടെ ആണയിട്ട് പറയുന്നത് കൊണ്ടാണ് കേൾപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, എന്നാലേ കാര്യങ്ങൾ ബോധ്യപ്പെടുള്ളൂ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഒന്ന് അപകടത്തിലാക്കും. അവർക്ക് അവരുടെ ആരും സഹായിക്കണം. അവരുടെ മീറ്റിങ്ങിന് പോവുകയും ചെയ്യരുത്. അവരെ സഹായിക്കരുത്, അവരുടെ മീറ്റിങ്ങിന് പോവുകയും ചെയ്യരുത്. കണ്ണിയത്തുസാന്റെ ദുആയാണത്. എന്നിട്ട് അവസാനം പറഞ്ഞു എനിക്കാര് ചൊല്ലി തന്നത് പറഞ്ഞതല്ല. അപ്പൊ പ്രായത്തിന്റെ വാർദ്ധക്യ സഹജമായ പ്രത്യേക സാഹചര്യത്തിലല്ല പറഞ്ഞത്, സ്വബോധത്തോടു കൂടിയാ പറഞ്ഞത്. ശത്രുക്കൾക്ക് എതിരായിട്ട് കേസ് കൊടുത്ത് സമത്വത്തെ എന്താക്കി പ്രതിയാക്കി കൊടുത്ത് ആ സമത്തെ എതിരാക്കി നിങ്ങൾ ആരും സഹായിക്കരുത്. എല്ലാ അമ്പിയാക്കന്മാരും ഒത്തുകളുണ്ട്. സമത്വത്തെ എതിരായി പ്രവർത്തിക്കുന്ന കൂട്ടത്തെ രണ്ട് കൂട്ടരെ പങ്കെടുത്തിട്ട് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നവരെ രണ്ട് വീട്ടിലും അല്ലാഹു മുഖം കെടുക്കട്ടെ. അവരുടെ ശരീരത്തിൽ മറ്റേ ആക്കട്ടെ. ഇങ്ങനെ സമർപ്പിക്കേണ്ട കൂട്ടത്തിൽ പ്രദേശത്ത് എനിക്ക് ചെല്ലി തന്നിട്ട് പറഞ്ഞതാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് എനിക്ക് ആരെങ്കിലും ചെല്ലി തന്നിട്ട് പറഞ്ഞതാണെന്ന് ചിലര് പറയുന്നുണ്ട്. എനിക്കിതാരും ചെല്ലി തന്നിട്ട് പറയല്ല. ഈ നിലക്ക് മുസ്തജാബ് ദഅവയായ കണ്ണിയത്ത് ഉസ്താദ് മനസ്സുവേദനിച്ച് അവർ പോറ്റി വളർത്തിയ മഹിതമായ സംഘടനക്കെതിരെ രാവും പകലുമില്ലാതെ തിരുപ്പന്മാരെയും സ്വരപ്പന്മാരുടെയും പണിയെടുപ്പ് ഒത്തൊരുമയോടെ പോകുന്ന കേരളത്തിന്റെ മണ്ണിൽ വിഭിന്ന ദൃശ്യവാചിതം സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കിയ കാന്തപുരത്തിനും അയാളുടെ അനുയായികൾക്കുമെതിരെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അതില്ലാന്ന് പറഞ്ഞിട്ട് പ്രവർത്തകന്മാർക്കൊന്നൊരു ആശ്വാസം കൊടുക്കാന്ന് കരുതിയാൽ അത് നടക്കൂല സാധു. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. രണ്ടാമത് ഞാനിവിടെ ക്ലിപ്പിട്ടിരുന്നു കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിയുടെ ഒരു ക്ലിപ്പ്. എന്താണ് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞത്? അദ്ദേഹം ഒരു കൂറ്റൻ കളവ് പറഞ്ഞു. ഞാൻ അതിനൊന്നും വല്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. ഏതെങ്കിലും ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടട്ടെ എന്ന നിലയ്ക്ക് മാനം മര്യാദയ്ക്ക്, അങ്ങനെയുണ്ടല്ലോ സംഗതി, മാനം മര്യാദയ്ക്ക് മാത്രമേ നമ്മളത് കേൾപ്പിച്ചിരുന്നുള്ളൂ. ആ പ്രസംഗത്തിൽ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞു, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ ഉള്ളാഹങ്ങൾ പ്രസിഡന്റായി, ഷംസുലൽമ വഫാത്തായപ്പം കാന്തപുരം സെക്രട്ടറിയായി, ഇപ്പൊ ഒരൊറ്റ സമസ്ത, ഒറ്റ പ്രസിഡന്റും ഒറ്റ സെക്രട്ടറിയും. ഇതാണ് പ്രസംഗത്ത് പറഞ്ഞു. ഞാനത് കേൾപ്പിച്ചു. അതിനെപ്പറ്റി വഹാബ് പറഞ്ഞ കാര്യങ്ങള് അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. വല്ലാത്തൊരു ആലങ്കാരികം തന്നെ. എന്താലങ്കാരിക ആലങ്കാരിക പ്രയോഗമാണത്. പച്ച നുണ പറഞ്ഞത് ആലങ്കാരിക പ്രയോഗം. എന്താണ് ആലങ്കാരികം? ആലങ്കാരികം എന്താ നൽകിയാൽ പഠിപ്പിച്ചത് ഇവർക്കെന്തും പറയാം. ബഹുമാനപ്പെട്ട മൂലമാർക്കാവുകൾ വെളിപ്പെടുകയും എല്ലാ അക്ഷരാന്തരം കൂടാം. എന്താണ് ബഹുമാനപ്പെട്ട മൂലമാർക്കാവ് ആലങ്കാരികമായി പറഞ്ഞൊരാഗ്രഹം? മഹാനായ
ഉസ്താദിന്റെ ജോയിന്റ് സെക്രട്ടറിയായി ഇന്ത്യ ഉസ്താദിന്റെ കാര്യം തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ പിൻഗാമികൾ എന്ന സൂചനയിൽ വ്യക്തം. മാത്രമല്ല കണ്ണീർ ഉസ്താദ് കത്തുണ്ടാവും ദുരോഗതീതങ്ങളുടെ ജീവിച്ചിരിക്കെ തന്നെ മഹാനായ കണ്ണീർ ഉസ്താദ് കാലങ്ങളായി കടന്നു വരാത്ത വാർദ്ധക്യ ബുദ്ധിമുട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ പദവി അലങ്കരിച്ച് പ്രസിഡന്റിന്റെ സ്ഥാനം ആരോഗ്യമായി ഏറ്റെടുത്ത നേതാവായിരുന്നു താജുലുലമാ. കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം ആ സ്ഥാനത്തേക്ക് താജുലുലമ വന്നു. അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയാണ്. അദ്ദേഹം ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു എന്ന് പറഞ്ഞ സംസാരം ആലങ്കാരികമാണ്. അദ്ദേഹം ആ വിഷയത്തെ കോട്ടിമാറ്റി. എന്നിട്ട് അദ്ദേഹം പരിഹസിച്ചൊരു സംഗതിയുണ്ട്. എന്ന് അദ്ദേഹം പരിഹസിച്ചത് നമ്മൾ പറയാറുണ്ടല്ലോ, സമസ്തയുടെ 70ാം വാർഷിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ആ സീറ്റിലേക്ക് ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിരുത്തി. ആ ഇരുത്തിയത് ചെറുശ്ശേരി ഉസ്താദിനെ ശംസുൽ ഉലമയ്ക്ക് ശേഷമുള്ള സെക്രട്ടറിയാണ് എന്നതിന്റെ സൂചന നമ്മൾ പറയാറുണ്ട്. അതേ മര്യാദയാണ് ചെമ്പാറ പറഞ്ഞത്. കളവ് ഞാനതുവരെ കേൾപ്പിക്കും. സാധാരണ നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ പ്രഭാഷകന്മാർ പറയാറുണ്ട്, ഇത് വ്യക്തമായ സ്വരീഹായ വ്യക്തമായ അടയാളമാണ്. തന്റെ ശേഷം ചെറുശ്ശേരി ഉസ്താദിനെയും മഹിതമായ സംഘടനയുടെ അമരത്തിരിക്കണമെന്നും തന്റെ പ്രതിനിധിയാക്കണമെന്നും വ്യക്തമായ അടയാളമാണ് ചെറുശ്ശേരി ഉസ്താദിനെ പിടിച്ചിട്ട് ചേരിയിരുത്തിയത്. അതേമാതിരിയാണ് അങ്ങനെ പറഞ്ഞതാണ്. അത് അയാളൊന്ന് പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് കേട്ടോ. സമസ്തന്റെ 70ാം വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോ എന്ത് കൂടി നല്ല സംസ്കൃതം തീരുമാനിച്ചാൽ നമുക്ക് എഴുതില്ല. പക്ഷെ ആ കിയാസൊക്കെ സമ്മതിക്കുന്ന ആൾക്കാർ സമ്മതിക്കാൻ ഏറ്റവും നല്ല കിയാസിനെ ആ കിയാസുകളെ പറ്റൂല. കിയാസാക്കാൻ പറ്റിയ സംഗതിയല്ല. അന്ന് ശംസുൽ ഉലമയുടെ സീറ്റിലേക്ക് ചേരിലേക്ക് ചെറുശ്ശേരി ഉസ്താദിനെ ഇരുത്തിയതിനോട് കിയാസാക്കിയിട്ടാണ് കൂറ്റമ്പാടിയുടെ പ്രസംഗം എന്നാണ് ഇയാൾ വാദിച്ചത്. അത് രണ്ടും രണ്ടാണ്. ഇത് വ്യക്തമായ സ്വരീഹായ അടയാളമാണ്. അന്ന് ശംസുൽ ഉലമ ചെയ്തത്. കൂറ്റമ്പാറ പറഞ്ഞത് പച്ചക്കളവാണ്. എന്താ കൂറ്റമ്പാറ പറഞ്ഞ ഒന്നുകൂടി കേൾപ്പിക്കണം. കേൾപ്പിക്കണം അയാൾ പറഞ്ഞ സൗണ്ട് ഒന്നും വൈസ് പ്രസിഡന്റായും താജുലുലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. അങ്ങനെ ഇരുന്നിട്ടില്ല, ഇരിക്കേണ്ടവരായിരുന്നു. തിരക്കുകൂടി, ബന്ധപ്പാടുകൂടി. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ആ സീറ്റിലേക്ക് ഈ പറയപ്പെട്ട കുഞ്ഞുപോയ മുസ്ലിയാർ ഇരുന്നിട്ടില്ല, ഇരിക്കേണ്ടവരായിരുന്നു. തിരക്കുകൂടി. അള്ള നമ്മളെ കാത്തു. അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നിലനിന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കൂല. എങ്ങനെ തോന്നിയാസം കബൂലാക്കണേ? ഇമാരെ തോന്നിയാസം പറഞ്ഞാൽ അങ്ങനെ കബൂലാക്കണമെന്നോ? അള്ളാഹ് നിങ്ങളെ തോന്നിയാസം കബൂലാക്കണമെന്നേ ഞങ്ങൾക്ക് അള്ളാക്കുന്നത്. ഈ മഹിതമായ സംഘടന മുസ്ലിം സമുദായത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും ഈ സമുദായത്തെ എന്തിന്റെ പേരിലാണോ നിങ്ങൾക്ക് തലക്ക് പിടിച്ചിവിടെ പ്രശ്നമുണ്ടാക്കിയത്, അതേ അസുഖം ഇന്ന് നിങ്ങൾക്ക് മൂർജിച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായം പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് പണ്ട് കാലത്തെ നിങ്ങൾക്കുണ്ടായിരുന്ന വൈരാഗ്യം അതിപ്പോ 9ാം മാസത്ത് കായ്ക്കണമെന്ന് മാത്രം. ആ വൈരാഗ്യം 9ാം മാസത്തായത് പറയാൻ പോവാണ്. ആ വൈരാഗ്യം കൊണ്ടാണ് ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുള്ളത്. അന്ന് ഈ വലിയ മഹാന്മാർ
പണ്ഡിതന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു കൊടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ. അയാൾ ശംസുൽ ഉലമ വലിയ ദർജയിലാണ്. നിങ്ങൾ അതൊന്നും ദ്വാരക്കണം, നിങ്ങൾ കാര്യം ആ ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാൻ ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അതിന് നമുക്ക് എതിർപ്പില്ല, അതുള്ളത് തന്നെയാണ്. കാരണം അന്ന് ഇയാൾ ഈ കുത്തിത്തിരിപ്പും ഇത്രയും ഫസാദും തുടങ്ങിയിട്ടില്ല. മസാക്കാനെ പറ്റിയ വല്ല മരുവന് ദേഷ്യം ഉണ്ടാവുകയും ഏതായാലും ഇരിക്കട്ടെ, അന്ന് ഇയാൾ കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടില്ല. അന്ന് ശംസുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറിയായി, സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് തിരക്ക് കൂടി. അവിടെ പ്രശ്നമുണ്ടായത് അന്നത്തെ ആലിമീങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാര്, സെക്രട്ടറി വഫാത്തായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. അങ്ങനെ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ആലങ്കാരിക പ്രയോഗമാണത്? ശംസുൽ ഉലമ വഫാത്തായപ്പോൾ ആ സ്ഥാനത്തേക്ക് കാന്തപുരം സെക്രട്ടറിയായി വന്നു എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗം. ഈ ഒന്നാച്ചങ്ങായ കിതാബ് ഓതിയത്, കിതാബ് ഓതുന്ന സമയത്ത് നോട്ടീസ് ഒട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് കിനായത്ത്, എന്താണ് സ്വരീഹ്, എന്താണ് സൂചനാവാക്യം? അതൊക്കെ മര്യാദയ്ക്ക് കിതാബ് ഓതി പഠിച്ചാലേ തിരിയുള്ളൂ. അത് ക്ലിപ്പ് മുറിച്ച് പ്രസംഗിക്കാൻ നടന്ന ഇത് തിരിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് മാന്യമായിട്ട് കാര്യങ്ങൾ പറയാനും തങ്ങളുടെ ആശയങ്ങൾ മാന്യമായി പറയാനുമുള്ള ഒരു മാന്യത കാണിക്കണം. അതിന് മാന്യത ഉള്ളവരോട് പറഞ്ഞില്ല കാര്യമില്ല, അല്ലാത്തോട് പറഞ്ഞില്ല കാര്യം. എങ്ങനെ ചെങ്ങാന്മാരിങ്ങനെ നന്നാകണത്? ഇതിങ്ങനെ ഒരിക്കലൊന്ന് പറയും, അത് കുറെയൊക്കെ വിശദീകരിച്ച് പിന്നെ അതങ്ങാൻ തേഞ്ഞു വാങ്ങിപ്പോയി പിന്നെ നന്നാകുന്ന പിന്നെ നന്നാകല്ലേ. ഈ കഴിഞ്ഞ വർഷം എറണാകുളത്ത് വെച്ചൊരു ഹുബ്ബുർ റസൂൽ പരിപാടി നടത്തിയവര്, ഹുബ്ബുർ റസൂൽ പരിപാടി, ആ പരിപാടിയിൽ ഒരു സ്വാഗതം പറയാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സ്റ്റേജിലുണ്ട്. എന്നിട്ട് ഇയാൾ സ്വാഗത പ്രസംഗത്തിന് പറഞ്ഞെന്താ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഔസാഫുകൾ അല്ലാഹു തആല മുഅ്ജിസത്തായി കൊടുത്തിട്ടുണ്ട്. ആ ഔസാഫുകൾ മുഅ്ജിസത്തായി കൊടുത്തു എന്ന് അയാൾ ആദ്യം പറഞ്ഞു. പിന്നെ തിരുത്തി ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ പേര് കൂടുതലില്ല. എന്നിട്ട് നബി തങ്ങൾക്ക് എന്തൊക്കെ അല്ലാഹു മുഅ്ജിസത്തായി കൊടുത്തോ അതൊക്കെ അല്ലാഹു കറാമത്താക്കി കൊടുത്ത വലിയൊരു വലിയാണ് കാന്തപുരം എ.പി. ഉസ്താദ്. ഇത് വല്ലാത്തൊരു താരതമ്യം ചെയ്യലാണ്. എത്ര ഗൗരവമുള്ള വാക്കാണത്. അതുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ബാരിസ്താദ് പറഞ്ഞത്, ഇത് രണ്ടാമത്തെ പ്രത്യേകമായ ഒരു മതമാണ്. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമിന്റെ ആശയമല്ല. ഇത് നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒന്നടങ്കം മുർത്തതായി പോകുന്ന വാക്കുകളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇത് സീഡിയാക്കുമെന്നുള്ളത് എഡിറ്റ് ചെയ്യണേ. അതിന് പ്രസംഗിക്കണോനും അന്തല്ല, എഡിറ്റ് ചെയ്യണോനും അന്തല്ല, ദുഃഖണത് ഈ കുട്ടിയാണ് തീരെ അന്തല്ല. പിന്നെ ആരോടായി പറയട്ടെ? ഒറ്റ കാര്യം മാത്രം പറയാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ പറയാൻ അറിയാവുന്ന ഇവിടെ ഒപ്പ്. പക്ഷേ എങ്ങനെ പറയാനാ? കൈഫ തുദ്രികു ഫി ദുനിയ ഹഖീഖത്തുഹു ഖൗമുൻ നിയാമുൻ തസല്ലു അന്നബിൽ ഉലമി. അത് അവര് പറയണം, അവര് പറയുന്നു. ഒറ്റക്കാര്യം ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകളിൽ ഒന്ന് ഊതീതു ജമാഅവിൽ കലിമി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ വാക്കുകൾ ഒരു ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് ഞാൻ പറയാം. അത് നബി തങ്ങൾ പറയാറുണ്ട്, എന്റെ വാക്കുകൾ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണമായ വാക്കാണ്, പദമാണ് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് റസൂലുള്ള പറഞ്ഞത് ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. അതൊക്കെ ഹഖ് തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആൻ കൊണ്ട് വ്യക്തമായതാണ്. തിരുത്തി പറഞ്ഞിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ ഖത്താബ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ നിങ്ങളുടെ വാക്കിന് എന്തൊരു മാധുര്യമാണ്, എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത.
അത് അല്ലാഹു തആല എനിക്ക് തന്ന മൂല്യത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ നബി തങ്ങൾ ഒറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നല്ല ഭംഗിയുള്ള വാക്കുകളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇയാൾ വിശദീകരിച്ചതിന് ശേഷം ഇതേ മൂജിതത്താണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? തെരണ്ടിന്റെ പാല് അച്ചാറിൽ മുക്കി ചൂടാക്കിയിട്ട് ചന്തിനത്തോട് കീപ്പിട്ട് തല്ലണയാണ്. ഈ പറയപ്പെട്ട മോചിതത്തുകളൊക്കെ നബി തങ്ങൾക്ക് അള്ള കൊടുത്തിട്ടുണ്ട്. അതേ മോചിതൊക്കെ നബി ഉസ്താൻ അള്ള കൊടുത്തിട്ടുണ്ട്. തിരിച്ചാണ് പിന്നെ അയാൾ അതിലേറെ അപ്പുറത്താ പറഞ്ഞേ പോയാമാക്ക തങ്ങമ്മ കയറിയ മതിയായി തൽക്കുന്ന പറ്റൊന്നും കാര്യം മാത്രം പറയാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ പറയാൻ അറിയാവുന്ന ഇവിടെ ഒപ്പ്. പക്ഷേ എങ്ങനെ പറയാനാ? കൈഫ തുദ്രികു ഫി ദുനിയ ഹഖീഖത്തുഹു ഖൗമുൻ നിയാബുൻ തസല്ലു അന്നബിൽ ഉലമി. അത് അവര് പറയണം. അവര് പറയുന്നു. ഒറ്റക്കാര്യം ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകളിൽ ഒന്ന് ഊതീതു ജമാഅൽ കലിമി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ വാക്കുകൾ ഒരു ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് റസൂലുള്ള പറഞ്ഞത് ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. അമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സിദ്ദീഖുൽ അക്ബർ ഖത്താബ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബി നിങ്ങളുടെ വാക്കുകൾ എന്തൊരു മാധുര്യമാണ്, എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത. അത് അല്ലാഹു തആല എനിക്ക് തന്ന മൂല്യത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മൂജിതത്താണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. മൂജിതത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മൂജിതത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മുഴുവൻ മുഅ്ജിസത്തുകളും കാന്തപുരത്തിന് അല്ലാഹു തആല കറാമത്തായി കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. എന്താണ് പറയേണ്ടതെന്നറിയില്ല, എന്താണ് എഴുതേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നറിയില്ല. ഈ രൂപത്തിൽ വാചക കസർത്തുള്ള പ്രസംഗം നടത്തി ഈ സമുദായത്തെ തെറ്റായ വഴിയിലൂടെ കൊണ്ടു നടത്തി നരകത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണികളാണ് മറുഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശ്വാസത്തിലും ഈ പ്രസംഗത്തിലും ഈ പ്രവർത്തനങ്ങളിലുമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിൽ നിന്നും കാന്തപുരത്തിന്റെ അനുയായികളിൽ ഒരൊറ്റ കുട്ടിയും സ്വർഗ്ഗത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര ഗൗരവമുള്ള വാക്കുകളാണെന്നൊക്കെ. ഒറ്റ വാക്ക് ഉസ്താദ് മാറ്റി പറഞ്ഞില്ല. മാറ്റി പറയാത്തത് ഏതാണ്? മാറ്റി പറയാത്തത് ഏതാണ്? ഇതൊക്കെ നമ്മൾ എത്ര കാലം ഞാൻ ഒരു സാധനം കൊണ്ടുവന്നില്ല. ഇതിന്റെ ആവശ്യമില്ല. ഇത് പണ്ട് മാതൃഭൂമി നോക്കിങ്ങൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ അഭിമുഖത്തിൽ ആകെ ഒരു പേജ് തന്നെ 25 മാറ്റി പറഞ്ഞു. അപ്പൊ മാറ്റി പറയാൻ താരീഫ് എന്താ? ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ലാന്നോ? അതിന് മാറ്റി പറഞ്ഞിക്കണോ ഇല്ല അറിയാൻ വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു നിലപാടുകളില്ലേ? അദ്ദേഹത്തോട് ചോദ്യം, അങ്ങനെ ആയിരുന്നെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ. ഞാനങ്ങനെ പോയിട്ടില്ല. ഒറ്റവാക്കിലെ മറുപടി. താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരികേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നിങ്ങനെ അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മറുപടി വലിയ നോണ. അടുത്ത ചോദ്യം, തിരികേശ പള്ളി എന്നൊരു ആശയമില്ലെന്നാണോ? അങ്ങനത്തെ ഒരു പള്ളി എന്നില്ല. ഇതിനാ ചങ്ങായെ മാറ്റി പറയാന്ന് പറയുന്നത്. ഇങ്ങനെ അള്ളാന്റെ ദുനിയാവിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും മാറ്റി പറയുകയും പറഞ്ഞോർത്ത് കുടുങ്ങിയാ പിന്നെ അവിടെ തിരിഞ്ഞു കളിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് എക്കാലത്തും നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇങ്ങനെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരിൽ നിന്നും അത് കേൾക്കുന്ന അനുയായികളിൽ നിന്നും ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവൂ. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ മഹാനായ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ 10-40 കൊല്ലത്തെ കാര്യദർശിയായിരുന്ന പണ്ഡിത ലോകത്തെ സൂര്യതേജസ് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചിരുന്നു. ആ പ്രസംഗത്തിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. മറുപടി ആകുമ്പോൾ ചങ്ങായ ഇതിനൊക്കെ മറുപടി പറയണ്ടേ?
എന്നിട്ട് പറയാണ്, ഞാൻ കഴിഞ്ഞ പ്രസംഗം നടത്തിയപ്പോൾ എന്റെ പ്രസംഗം ഇയാൾ കേട്ടില്ല, എന്റെ പ്രസംഗം കേട്ടില്ല. ഞാനത് കേൾക്കാത്തതുകൊണ്ട് വെച്ചാൽ മാന്യത ഉള്ളവർക്ക് അത് കേൾക്കാൻ കഴിയൂലെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കേൾക്കാതിരുന്നത്. അത് കേട്ടു നോക്കിയപ്പോഴല്ലേ അതിന്റെ കോലം കാണുന്നത്. അന്ന് മഹാനായ ശംസുൽ നടത്തിയ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു. എന്താ പ്രസംഗത്തിലുണ്ടായിരുന്നത്? സമസ്തയിൽ ചില ചാരന്മാരുണ്ട്. ആ ചാരന്മാര് സമസ്തയിൽ ചാരപ്പണിയെടുക്കരുത്. ആ ചാരപ്പണിയെടുക്കുന്ന ചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അറസ്റ്റ് ചെയ്യും. ആലങ്കാരികാണോ? നാ പറ, ആലങ്കാരികാന്ന് പറ, അല്ലെങ്കിൽ പ്രായത്തിന്റെ ആ അവസ്ഥയിൽ പറഞ്ഞതാന്ന് പറ. എന്റെ ആ പ്രസംഗം തൊടാതെ പോയത് ഞങ്ങൾക്കറിയാം. ശംസുൽ ഉലമയുടെ പ്രസംഗം തൊട്ടാൽ പലർക്കും കൊള്ളുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. മറക്കാതെക്കാൻ വേണ്ടി ഒന്നും കൂടി കേൾക്കും. ഞാൻ പോണത് സമസ്തകളുടെയും മേൽപ്പുഴയുടെയും ആ കടി ഈ കൊണ്ടുള്ള മെനക്കണ്ട സമസ്തകളുടെ ജമ്മിയപ്പോഴാണ് വളരോധമോടുകൂടി വളർമര്യാദയോടുകൂടി ജനങ്ങളുടെ ഹൃദയത്തിൽ കടന്ന് ചെന്ന് പേരൂന്നിപ്പിടിച്ചിരിക്കുന്ന മഹത്തായ സംഘടനയാണ്. ആ സംഘടനയെ തീർത്ത് കളിക്കാൻ ആരും തന്നെ തുനിയൻ. ഈ സംഘടനയുടെ ഉള്ളിൽ വല്ല ചാരവൃത്തിയും ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആ ചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ സമസ്തയിൽ ആരെങ്കിലും ചാരപ്പണി നടത്തിയാൽ ആ ചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. മഹാനായ ശംസുൽ ഉലമയുടെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചിരുന്നു. ആ പ്രസംഗത്തെ സംബന്ധിച്ചൊരു ഹർഫ് പോലും വഹാബ് മുണ്ടിയില്ല. എന്തേ മിണ്ടാഞ്ഞു? ഇവിടെ വന്ന് ചോറ് തിന്നു പോകുന്ന സമയത്ത് ആലോചിച്ചുകൂടായിരുന്നു? എന്തൊക്കെ ഞാൻ ഇവിടെ പ്രസംഗിച്ചെന്ന് ചോദിച്ചുകൂടായിരുന്നു? ആ പ്രസംഗത്തിന്റെ ക്ലിപ്പൊന്ന് വാങ്ങിക്കൂടായിരുന്നു? സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് കേട്ടുകൂടായിരുന്നു? എന്തേ ഇതിന് മറുപടി പറയാതിരുന്നത്? മറുപടി പറഞ്ഞാൽ സ്വന്തം നെഞ്ചത്തേക്ക് അതിന്റെ മറുപടി സ്വന്തം നെഞ്ചത്തേക്ക് തിരിയുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ തൊടാതെ പോയത് ഞങ്ങൾക്കറിയാം. അതിന്റെ പോലീസിന്റെ സഹായം ആവശ്യമില്ല. ഞങ്ങളല്ല അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും അവർ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ വാക്ക്. ആ വാക്ക് എന്നും തങ്കക്കട്ടിയായി നിലനിൽക്കുന്നുണ്ട്. മഹാന്മാരായ പടച്ചവന്റെ ഔലിയാക്കന്മാരുടെ സഹായവും അവരുടെ എല്ലാ നിലക്കുമുള്ള മതവും പിന്തുണയും ഈ മഹിതമായ സംഘടനക്കുണ്ട്. ഈ പറയപ്പെട്ട ഔലിയാക്കന്മാരുടെ മുഴുവൻ കുരുത്തക്കേടും നിങ്ങൾക്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി വാക്ക് മിണ്ടില്ല. പിന്നെ പറഞ്ഞെന്താ നിങ്ങള്? അലവി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് കുഴപ്പമുണ്ടാക്കി പോയി. ആരാ സാധു ഇവിടെ വന്നത്? ഞാനല്ലല്ലോ ആദ്യം വന്നത്. നീയല്ലേ ഇവിടെ ആദ്യം വന്നത്? നീ വന്ന് ഇവിടെ പ്രസംഗിച്ച് തോന്നിവാസം പറഞ്ഞു പോയപ്പോഴാണ് ഞാൻ വരേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ മുൻകരം വെക്കിയത് ഞങ്ങളെ മയ്യത്തോ നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ ചോദ്യം ചോദിച്ചിങ്ങനെ പോകാൻ ഞങ്ങൾ മയ്യത്തായി നിങ്ങൾ ഇരിക്കാന്ന് കരുതിയോ? അള്ളാന്റെ തൗഫീഖോടെ ശരീരത്തിൽ ആയുസ്സുള്ള കാലത്തോളം നിങ്ങൾക്കെതിരെ മരിക്കും വരെ ഞാൻ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അതിന് നിങ്ങളാരുടെയും മോശാരം വേണ്ട. ഭീഷണി വിലപ്പോകില്ല, ഫോൺ വിളി വിലപ്പോകില്ല, തോന്നിവാസങ്ങൾ വിലപ്പോകില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അവസാനം നോക്കിയിട്ട കാര്യങ്ങൾ പറയല്. ആരാ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് മാന്യമായി പ്രസംഗിച്ചു. ഞാനല്ല പറയണത്. ഞാനത് ഇവിടത്തെ കാരന്തൂരി കുട്ടികളുടെ മുടിക്കുട്ടികളുടെ പ്രവർത്തകന്മാരുടെ ഒരു പ്രവർത്തകൻ ഞാൻ ആ വോയിസ് കൂടെ കേൾപ്പിക്കും. അയാൾ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു. ആ വോയിസിൽ തന്നെ അയാൾ പറഞ്ഞെന്താ? ആ പ്രസംഗത്തിന്റെ 99% നമുക്ക് പ്രശ്നമല്ല, 1% പ്രശ്നം. എന്താർത്ഥം? 99% ഒന്നും പറഞ്ഞിട്ടില്ല. 1% സൂഫി സമ്മേളനം സംബന്ധിച്ച് പറഞ്ഞു. അത് തന്നെ മാന്യമായി പറഞ്ഞു. എന്താണ് സൂഫിസം? അതിന്റെ താരീഫ് കിതാബിന്റെ ഇബാറത്ത് വായിച്ചിട്ടാണ് സമദ് സാഹിബ് പറഞ്ഞിട്ടുള്ളത്. ആ ഇബാറത്ത് വായിച്ച് സൂഫിസം പറഞ്ഞു. ശേഷം ഡൽഹിയിൽ നടന്നത് തെമ്മാടിത്തരാണെന്ന് പറഞ്ഞു. ഇത്രയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാനാണ് പ്രശ്നക്കാരൻ എന്നത് വഹാബ് പറയുന്ന ഭാഗത്ത്
അതുപോലെ എല്ലായിടത്തും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. മദ്രസന്റെ എണ്ണം ഒരു മൂലയിൽ പറയാം, ഞങ്ങൾക്ക് കാക്കത്തുള്ളായിരം മദ്രസ ഉണ്ട്, ആ മദ്രസന്റെ 1-ാം നമ്പർ മദ്രസ ഇന്ന സ്ഥലത്താണ്, നിങ്ങൾ 1-ാം നമ്പർ ഏതാന്നാ ചോദിക്കുന്നത്. ഞങ്ങളങ്ങനെ കാക്കത്തുള്ളായിരം എന്ന് പറയുന്നില്ല. എല്ലാ 2ാം ശനിയാഴ്ച പത്രം എടുത്തു നോക്കേണ്ടി ചന്ദ്രിക അല്ലെങ്കിൽ സുപ്രഭാതവും അതിലുണ്ടാകലുണ്ട്. ഞങ്ങൾ അംഗീകരിച്ച മദ്രസന്റെ പേരും ആ ദിവസം എത്ര മദ്രസ എന്ന് കൃത്യമായ കണക്കായി പത്രത്തിൽ കൊടുക്കാറുണ്ട്. അത് എടുത്തു നോക്കണം. വെറുമനെ കടലാസ് പത്രം സിറാജായിട്ട് കൊണ്ടുവന്നാൽ ഈ ലോകവിവരം തിരിയില്ല. ആ വിവരം തിരിയണമെങ്കിൽ ചന്ദ്രികയോ സുപ്രഭാതം എടുത്തു നോക്കണം. ഞങ്ങൾ ഇങ്ങനെമായി ഉറക്കത്ത് കണ്ട കാക്കത്തൊള്ളായിരത്തിന് കണക്ക് പറയാറില്ല. വ്യക്തമായി ഇന്ന മദ്രസകൾ 1ഉം 2ഉം നമ്പർ മദ്രസന്റെ നമ്പർ കൃത്യമായി പറയാൻ കഴിയും. അതെന്താ പറയാൻ കഴിയാത്ത ഞങ്ങളും കാണുന്നതായ മദ്രസ കേരളത്തിൽ കാണുന്നു സുന്നി മദ്രസ അത് രൂപീകരിക്കപ്പെട്ടതോടുകൂടി ഈ മഹലിൽ വിഭാഗീയതയുണ്ടായി. എങ്ങനെയാതുപോലെ ഞങ്ങളിവിടെ മദ്രസ ഉണ്ടാക്കിയിട്ട് മാസത്തിലെ നിങ്ങൾ അലച്ചിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? എന്തിനാ ഭാഗത്ത് വരട്ടെ? ഞങ്ങളിവിടെ മദ്രസ ഉണ്ടായിട്ട് മാസങ്ങളായി, ഇവിടെ പ്രശ്നമില്ല. അലവി ഇവിടെ വന്നതിന് ശേഷം പ്രശ്നം ഉണ്ടായത്. അതൊന്നും കൂടി പറയുന്നത് ആരെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളിവിടെ മദ്രസ ഉണ്ടാക്കിയിട്ട് മാസത്തിലെ നിങ്ങൾ അലവി ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾ ഇവിടെ നല്ല അള്ളാന്റെ ദുനിയാവിൽ എവിടെയൊക്കെ പള്ളി മദ്രസ ഉണ്ടാക്കിക്കോണം അവിടെ മുഴുവൻ കുഴപ്പമാണ്. എവിടെയാണ് മാന്യം മര്യാദയ്ക്ക് പള്ളി മദ്രസ ഉണ്ടാക്കിയത്? എന്നാൽ പള്ളിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ എത്ര ഉണ്ട്? ആ നിലമ്പൂർ ഭാഗത്തു കൂടെ കാരികാവ് ഭാഗത്തു കൊടുക്കുന്ന ഒഴിവുണ്ടാവുമ്പോ എനിക്ക് എളുപ്പമായി കൂടെ പോകാന് മമ്പാട്ടുന്ന് ആയിക്കൂടാണ് പോയി നോക്ക്. പള്ളിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ. ഞങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കാത്തത് കുത്തിരിപ്പുണ്ടാക്കാൻ കഴിയൂല. എത്ര സ്ഥലങ്ങളിൽ മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇത് മദ്രസന്റെ മുമ്പിൽ മദ്രസ, പള്ളിന്റെ മുമ്പിലും പള്ളി. എന്താ ഈ മദ്രസയും ആ മദ്രസ തമ്മിൽ വ്യത്യാസം? ഈമാൻ കാര്യത്തിന്റെ വിഷയത്തിൽ തർക്കമില്ല, ഇസ്ലാം കാര്യത്തിന്റെ വിഷയത്തിൽ തർക്കമില്ല, അഖീദയുടെ ഇമാമിന്റെ വിഷയത്തിൽ തർക്കമില്ല, ഒരു വിഷയത്തിലും തർക്കമില്ല. അവിടെ മജ്‌ലിസ് നൂർ നടക്കുന്നുണ്ട്. ഉറപ്പന്നല്ല മജ്‌ലിസ് നൂർ നടക്കുന്നത് ഇബ്ലീസ് വായി എന്നുള്ളത് ഉറപ്പന്നല്ലേ? അതിനല്ലേ ഞങ്ങൾ മജ്‌ലിസ് നൂർ എന്നുള്ളത്? ഞങ്ങൾ മജ്‌ലിസ് നൂർ ചെല്ലുന്നത് ബദരീങ്ങളുടെ പേര് തന്നെയാണ്. ഈ ജാതി ശൈത്താന്മാര് പോകാൻ തന്നെയാണ്. അപ്പൊ ഈ സദസ്സിന് ബർക്കത്തുണ്ടെന്ന് മനസ്സിലായില്ലേ? എല്ലാവരും പറയിക്കരുത് ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഏതായിരിക്കട്ടെ, ഞാൻ പ്രശ്നമുണ്ടാക്കിയെന്നാ പറയണത്. എന്നാൽ ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ സാഹിബ് അന്ന് നടത്തിയ പ്രസംഗത്തിൽ കാന്തപുരത്തെ തെമ്മാടി എന്ന് വിളിച്ചു എന്നിവരെ പ്രചരിപ്പിച്ചു. ആര് പ്രചരിപ്പിച്ചു? ഇവിടത്തെ മുടിക്കുട്ടികളിൽ ഒരു മുടിക്കുട്ടി പ്രചരിപ്പിച്ചു വാട്സപ്പിലൂടെ. അത് കേട്ടോരെ ചോരം ഇളകുമല്ലോ, രോമം നീച്ചു തുപ്പോലോ. കാരണം അങ്ങനത്തെ പണിയല്ലേ ഇവര് ചെയ്തത്. അന്നെന്താ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ കേൾപ്പിച്ചിരുന്നു, ഞാൻ അത് ഇന്നും കേൾപ്പിക്കും. അന്നെന്താ അദ്ദേഹം പറഞ്ഞത്? സൂഫിസം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇന്ന ആളുകളൊക്കെയാണ് സൂഫിയാണ്. അവിടെ നടന്ന പണി തെമ്മാടിത്തരമാണ്. അങ്ങനെ പറഞ്ഞത്. ഡൽഹിയിൽ നടന്നത് തെമ്മാടിത്തരമാണ്, അത് സൂഫിസമല്ല. അതിനെ കോട്ടി മാറ്റി വക്രീകരിച്ചു കൊണ്ടോ ഉസ്താദിനെ തമ്മാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് നിൽക്കാൻ പറ്റൂല. പരിപാടി നടത്തണം. അതുകൊണ്ട് നമുക്ക് വഹാബ് ഉസ്താദിനെ ഏൽപ്പിക്കണം. അങ്ങനെ യോഗം കൂടി ഏൽപ്പിച്ചു. ആരാവിടെ ഇല്ലാത്ത നുണ പ്രചരിപ്പിച്ച് പ്രവർത്തകന്മാർ ആവേശം കൊള്ളിച്ച് ഇവിടുത്തെ മുടിക്കുട്ടികളെ ഇളക്കി വിട്ടത് നിങ്ങളാണ്. ഞാൻ വെറുതെ പറയല്ല. ആ വോയിസ് ഒന്ന് കേൾക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാങ്കടവിലൊരു മുടിക്കുട്ടിയാണത്. ഈ മാങ്കടവിലൊരു മുടിക്കുട്ടി ഓനാണ് ഈ പിത്തറുണ്ടാക്കിയത്, ഓനാണ് ഈ ഫസാദ് ഉണ്ടാക്കിയത്. എന്റെ മേൽ കയറ് നിങ്ങൾ തോന്നിയാസം പറയാ, നിങ്ങളെ വാട്സാപ്പിലൂടെ തോന്നിയാസം പ്രചരിപ്പിക്കുക, എന്നിട്ട് എന്റെ മേൽ കുതിര കയറ്. പ്രിയമുള്ള സുന്നി പ്രവർത്തകരെ, ഈ ഒരു സന്ദേശം നിങ്ങളിൽ എത്തിക്കേണ്ടി വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. അതിലേറെ പ്രയാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ദുഃഖമല്ലേ ഉള്ളൂ. ഇത് നാട്ടുകാരെ കേൾപ്പിക്കേണ്ടി വന്നതിൽ അനക്കുള്ളതിലേറെ പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഏറെക്കാലമായി സൗഹാർദ്ദത്തോടും അതിലേറെ ഐക്യത്തോടെയും ഒത്തൊരുമയോട് കൂടിയും മുന്നോട്ടു പോയിരുന്ന നമ്മുടെ കൊച്ചു ഗ്രാമമായ മാങ്കടവിന്റെ ചരിത്രം ഇന്നലെ വിഘടിത വിഭാഗത്തിന്റെ
നേതാവ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ നടത്തിയ പ്രസംഗത്തിലെ ഏതാനും വരികൾ നമ്മെ വേദനിപ്പിക്കുകയുണ്ടായി. ആരും വേദനിപ്പിക്കാൻ അവർ ഒന്നും പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ അവിടെ ബജറംഗദളും ശിവസേനയും RSS നടത്തിയ ആ നാടകം മുസ്ലിം സമുദായത്തെ മാനഹാനിപ്പെടുത്താനും മുസ്ലിം സമുദായത്തെ ഛേദോപകം ചെയ്യാനുള്ള പണിയാണ്. ആ പണി തെമ്മാടിത്തരാണ് പറഞ്ഞത്. എന്തിനാ നിങ്ങൾക്ക് വേദനാകണേ? അതിനെന്തിനാ നിങ്ങൾക്ക് വേദനാകേണ്ട ആവശ്യം? മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും സമസ്തയെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അങ്ങനെ ആ സാമൂഹ്യന്റെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞ ആ ഉലമയെയും നിങ്ങളുടെ നേതാക്കന്മാരിൽ ആരെയെങ്കിലും ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അധിക്ഷേപിച്ചതോ പരിഹസിച്ചതോ കളിയാക്കിയതോ തെളിയിക്കാൻ ഏതെങ്കിലും മുടിക്കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ ഈ വോയിസിലെന്നല്ലേ? നമുക്കൊന്നിനും വേദന ഉണ്ടായിട്ടില്ലാണ്. ഈ സൂപ്പി പ്രശ്നത്തിലാണ് വേദന ഉണ്ടായത്. നിങ്ങളൊരു സൂപ്പി പൊക്കപാട മത്തം വണ്ടിനുള്ള കാലുകൂടിയമാണ്. മനുഷ്യന്മാർക്ക് നീച്ചെടുക്കാൻ പറ്റും. ഒന്ന് തീരുമ്പോ ഒന്ന്. എന്തിനാ ചങ്ങായിമാരം മാനം മര്യാദയ്ക്ക് 5 നേരം നിസ്കരിച്ച് കൈയും കാലും തേച്ച് ചെയ്യാണ്ട് അള്ളാഹില്ലാതെ ചിന്തയോടുകൂടെ നടന്നൂടെ? എന്തിനാണ് ഈ നാട്ടിൽ ഫിത്തിന് കുഴപ്പമുണ്ടാക്കി നടക്കുന്നത്? ഏതലപ്പണി ഇബിലീസ് ഏറ്റിക്കണില്ലേ? ഈ ഇബിലീസിന് വിശ്രമം കൊടുത്ത ഡ്യൂട്ടി നിങ്ങളെ ഏറ്റെടുത്തതാണോ? മുമ്പൊരിക്കൽ തമാശ പറയാറുണ്ട്. ഒരിക്കൽ ഫുലാനുബിന് ഗൾഫ് പോകാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ ഇങ്ങനെ ഉത്തരക്കാണ്. അപ്പൊ ഇങ്ങനെ അർത്ഥ സീറ്റ് നോക്കുമ്പോ ഇബിലീസ് ഉത്തരക്കുന്നത്. അപ്പൊ ഇബിലീസ് ഇയാളോട് ചിങ്ങളെ എങ്ങട്ടാണ്? ഞാൻ അബുദാബിക്കാണ്. എന്ന് ഞാനവിടെ പോയിരിക്കുകയാണ്. രണ്ടാൾക്കാരുടെ വേണ്ടി ആവശ്യമില്ല. ഈ രൂപത്തിൽ ഫിത്തിനും ഫസാദ് എന്തിനാണ്? ഖമറുൽ ഉലമയെ ഒരു തെമ്മാടി എന്ന പരാമർശം പോലും നടത്താൻ തുനിയുകയും നമ്മളെല്ലാവരും മജ്ലിസുന്നൂറിന് എതിരായി പുതിയൊരു മദ്രസയെടുത്ത് പുറത്തു പോവേണ്ടി വന്നവരാണെന്ന് പരാമർശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മജ്ലിസുന്നൂറിനെതിരാണ്. പലപ്പോഴും നിങ്ങൾ മജ്ലിസുന്നാർ എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരിൽ പലരും മജ്ലിസുന്നാർ എന്ന് പറയുന്നത് മജ്ലിസുന്നൂറിന് അനുകൂലമായിട്ടാണോ? അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ തെമ്മാടി എന്നൊരു പ്രയോഗം കാന്തപുരത്തിന് നടത്തിയില്ല. നടത്തി എന്ന കള്ളപ്രചരണം നടത്തിയ പ്രവർത്തകന്മാരെ ഇറക്കിവിട്ട് ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന വ്യാമോഹമാണ് നിങ്ങളെ ഈ പണിയിലേക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത്. ഈ ഒരു സന്ദേശം നിങ്ങളിൽ എത്തിക്കേണ്ടി വന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ കാരണവന്മാർ എന്നവകാശപ്പെടുന്ന ചില ഛിദ്ര ശക്തികളുടെ മാങ്കടവിലെ കാരണവന്മാരെന്നറിയപ്പെടുന്ന ചില ഛിദ്രശക്തികൾ അതാരാന്നുള്ളത് ഓരോട് തീരുമാനമാക്കിയാൽ മതി. നമ്മളിത് ബാക്കിൽ പോണില്ല. കാരണവന്മാരെ മാനിക്കാനും ബഹുമാനിക്കാനും അവരുടെ പിന്നാലെ അച്ചടക്കമുള്ള അനുയായികളായി നിന്ന് മൂത്തവരെ ബഹുമാനിച്ച് ഇളയവരോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച ഇസ്ലാമാണ് നമ്മളുടേത്. ഈ കാരണവന്മാർ എന്ത് ചിത്രശക്തിയുടെ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഏതായിരിക്കട്ടെ, ഇങ്ങനെയുള്ള ഈ നീണ്ട വോയിസിൽ ഇല്ലാത്ത കളവ് പറഞ്ഞ് പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ചു. എന്നിട്ട് ഞാനാ കുഴപ്പമുണ്ടാക്കിയതിലെ അന്ന് ബഹുമാനപ്പെട്ട സമദ് സാഹിബ് പറഞ്ഞ വാക്കെന്താണ്? എന്ത് പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്? ആ വോയിസ് ഒന്നുകൂടെ നിങ്ങൾ ആഗ്രഹിച്ചില്ല. റഫാഹിയത്ത് വേണ്ട. ആ മഹാന്റെ പ്രത്യേകത ഇതാണ്. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മതീനി വഇർഹായി ഫിൽ ഉമ്മതി. ആ വാക്ക് നോക്ക് നിങ്ങൾ. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി. തസവ്വുഫിന്റെ ഐനായിരുന്നു. തസൂഫിന്റെ ഐനായിരുന്നു, സൂഫിയായിരുന്നു. എന്താ സൂഫിസം? എന്താ കുട്ടികളെ സൂഫിസം? എന്താ സൂഫി? സൂഫിസം തസവ്വുഫ് ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്. എന്താ മഹാന്മാരെ പഠിപ്പിച്ചത്? അത്തസവ്വുഫ്, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ, അതൊരു ഇൽമാണ്. തുഅറഫു ബിഹി, അതുകൊണ്ട് നിങ്ങൾക്കറിയാം. അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി, ആത്മാവിന്റെ സംസ്കരണം.
വതസ്ഫിയത്തുൽ അഖ്ലാഖി, സ്വഭാവത്തിന്റെ ശുദ്ധീകരണം മാത്രമല്ല വതഅമീറുൽ ളാഹിരി വൽ ബാത്തിനി മിൻ ലൈലി സഅദത്തിൽ അബദിയ, വതഅമീറുൽ ളാഹിരി വൽ ബാത്തിനി, ഉള്ളും പുറവും നന്നാക്കിയെടുക്കുക. എന്തിന് ഉള്ളും പുറവും നന്നാക്കിയെടുക്കുന്ന ലൈലി സഅദത്തിൽ അബദിയ, അന്തിമമായ വിജയം നേടാൻ വേണ്ടി സ്വഭാവവും അതുപോലെ തന്നെ മനസ്സും ഉള്ളും പുറവും സംസ്കരിച്ചെടുക്കുന്ന ഒരു ശാഖയാണ് തസവുഫ്. നരേന്ദ്രമോദി വിളിച്ചുകൂട്ടുന്ന പൊറാട്ട് നാടകമുള്ള സൂഫിസം. ഇതാ സൂഫിസം. 4 പെണ്ണുങ്ങളെ തലയെ തട്ടടാണെങ്കിൽ ഇരുന്നിട്ടേ ശിരോവസ്ത്രം വേണ്ടാന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്തലല്ല സൂഫിസം, അത് തമ്മാടിത്തരം. സൂഫിസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൽപ്പന നന്നാക്കുന്ന, സ്വഭാവത്തെ നന്നാക്കുന്ന, ഉള്ളും കുറവും സംസ്കരിക്കുന്ന ഏർപ്പാടാ. റിസാലത്തുൽ ഖുശൈരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു പഠിക്കാത്ത തസവ്വുഫ്. എന്താ അദ്ദേഹം പറഞ്ഞത്? തലയിൽ തട്ടവിടാത്ത പെണ്ണുങ്ങൾ നടത്തിയ, അവർ പങ്കെടുത്ത ആ പരിപാടി അത് സൂഫിസമല്ല, അത് തെമ്മാടിത്തരമാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഫുലാനെ തെമ്മാടി എന്ന് വിളിച്ചിട്ടില്ല. അവ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണ്ടേ, മാർഗം കിട്ടണ്ടേ എന്ന് കരുതി ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. ഞാൻ അന്ന് നടത്തിയ പ്രസംഗത്തിൽ സൂഫി സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ വാർത്ത കേൾപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിനൊന്നും മറുപടി പറയാതെ സത്യധാരയിലെ ഉദ്ധരണി വായിച്ച് ഈ മനുഷ്യൻ സൂത്രത്തിൽ തടിതപ്പുകയാണ് ഉണ്ടായത്. അന്നെന്താ ഞാൻ പറഞ്ഞിരുന്നത്? ആ വാർത്താ സമ്മേളനം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, കാന്തപുരം പങ്കെടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിവാദത്തിലാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ തലമറക്കാത്ത, ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട് അതിനെതിരെ കാന്തപുരം മിണ്ടിയില്ല. ശിരോവസ്ത്രം ധരിക്കരുത്, അത് നിർബന്ധിക്കരുത് എന്ന പ്രമേയം പാസാക്കിയിട്ട് കാന്തപുരം മിണ്ടിയില്ല. ആണുങ്ങൾക്ക് താടി വെക്കണമെന്ന് നിർബന്ധിക്കരുത്, അങ്ങനെ പാടില്ലെന്ന പ്രമേയം പാസാക്കിയപ്പോൾ അതിനെതിരെയും കാന്തപുരമോ ഖലീഫകളോ മിണ്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഭാഗമൊന്നും തൊടാതെ, പരാമർശിക്കാതെ ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സത്യധാര വായിച്ച് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ആ സത്യധാരയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെയും ഇമാം നബാത്തി തങ്ങളെയും പരാമർശിച്ചുകൊണ്ടൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഖിയാസാക്കി കാന്തപുരത്തെയും ഖലീൽ തങ്ങളെയും ശ്രീമാ മുസ്ലിയാരെയും ഇബ്രാഹിം ബിൻ അദ്ഹമിനോടും ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിനോടും ഇമാം നബാത്തി റളിയല്ലാഹു അൻഹും ഇവരോട് സാദൃശ്യപ്പെടുത്തി സംസാരിച്ച് തടിതപ്പുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സാദൃശ്യപ്പെടുത്തലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ചോദിച്ചതിന്റെ മറുപടിയാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ സൂഫി സമ്മേളനത്തിൽ ഇയാൾ പങ്കെടുത്തിട്ട് അവിടെ നടന്ന ചെമ്മാടിത്തത്തിനെതിരെ എന്തേ പ്രതികരിക്കാതിരുന്നത്? ഈ നിമിഷം വരെ മിണ്ടിയില്ലല്ലോ. അതിൽ ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങളെ പങ്കെടുത്തത് ശരിയായില്ല. എന്തേ പറയാതിരുന്നത്? അതിൽ പാസാക്കിയ പ്രമേയങ്ങൾ, ഇന്ന പ്രമേയങ്ങൾ ദീനിനെതിരാ. എന്തേ മിണ്ടാതിരുന്നത്? മിണ്ടാൻ സാധ്യമല്ല. അങ്ങനെ മിണ്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പലതിലും കുറവ് വരും. നിങ്ങൾ പലരെയും സന്തോഷിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് ആ സംസാരത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ നടത്തിയ പ്രസംഗം സൂഫി സമ്മേളനം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല്, ഈ സൂഫി സമ്മേളനത്തിക്കൊന്നും ആരും, ഈ രാഷ്ട്രീയക്കാരെടുത്തൊന്നും ആരും പോകൂല, സൂഫിയാള് പോകൂല. ഞങ്ങൾക്ക് കേൾക്കണോ? സത്യം. രാഷ്ട്രീയക്കാര് സൂഫിയാളെടുത്തേക്ക് പോകൂലാന്നോ, സൂഫിയാള് രാഷ്ട്രീയക്കാരെടുത്തേക്ക് പോകൂലാന്നോ, അങ്ങനത്തെ പരാമർശം ഞാൻ പറഞ്ഞൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ആ കോട്ടി മാറ്റിയിട്ടുള്ള ഓട്ടമുണ്ടല്ലോ, തൽക്കാലം നടക്കൂല. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. അവിടെ നടന്ന തെമ്മാടിത്തരത്തിനെതിരെ അതിൽ പങ്കെടുത്ത കാന്തപുരം എന്റെ പ്രതികരിക്കാതിരുന്നതിനാണ് ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത്. ഏതാ എന്റെ ഉത്തരവ് കേട്ടില്ല. ആ പ്രസംഗത്തിൽ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അത് ഞങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ എഴുതുന്ന തന്നെയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? സത്യധാരക്കാരൻ ലേഖനം എഴുതിയിട്ട് സത്യധാരക്കാരൻ പറയുന്നതെന്താറിയോ? സൂഫികൾക്ക് പല ശൈലിയുമുണ്ട്. എന്താണറിയോ? അക്രമകാരിയായ ഭരണാധിപന്റെ മുന്നിൽ പോയി നീതി പറയലാണ് മഹത്തായ ജിഹാദ് എന്ന ഒരു വശത്തുകൂടി മാത്രം അള്ളാഹുവിന്റെ ആധികാരെ കാണാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഖുർആൻ സൃഷ്ടിവാദവുമായി രംഗത്ത് വന്ന മുഅ്തസിലി ഭരണാധികാരിക്ക് മുമ്പിൽ സത്യം തുറന്നു പറഞ്ഞ ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ
ബുഷീരിയും തന്ത്രപൂർവം ഒഴിഞ്ഞുമാറി ഈജിപ്തിലേക്ക് പോയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടു മാതൃകകളാണ്. മോഡിനെ സോപ്പിട്ട കോലുണ്ട്, മോഡിനെ പറയുന്ന കോലുണ്ട്. സൂഫി സമ്മേളനത്തിൽ സോപ്പിട്ടു, ഗുജറാത്തിൽ ചീത്തറിഞ്ഞു. കണ്ടങ്ങള് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു രണ്ട് ഔലിയാക്കന്മാരിൽപ്പെട്ടവരാണ്. അവർ സൂഫികളാണ്. അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാടാണ് കാന്തപുരം സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചിട്ട് ഗുജറാത്തിൽ പോയിട്ട് ബോർഡിനെ ചീത്തറിയാനും പോയി, ഇവിടെ വന്നിട്ട് ബോർഡിനെ സോപ്പിടാനും പോയി. രണ്ടും കളവാണ്. ഈ സൂഫി സമ്മേളനം എന്ന് പറഞ്ഞാൽ മോഡിനെ സോപ്പിടാൻ പോണ സംഗതിയാ. എന്താ സൂഫിസം? ആരാ സൂഫികൾ? ആരാ സൂഫി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത്? എന്താണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളും കുറെ കിതാബ് ഓതിയതല്ലേ? പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്ത രൂപത്തിൽ കണ്ണുപൊട്ടന്റെ വടി പോലെ ഒന്നും അറിയാത്ത രൂപത്തിൽ എല്ലായിടത്തും കുത്തുകയാണോ? അതാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് വലിയ പാകപ്പിഴവുകൾ പലയിടത്തും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ കാര്യമായിട്ട് പറഞ്ഞെന്താ നിങ്ങള്? എവിടെയും സൂഫി സമ്മേളനം വിവാദമായില്ല. അത് കേരളത്തിൽ എസ്കക്കാരെ വിവാദമാക്കിയതാണ്. സാധു ആ പത്രസമ്മേളനത്തിന് അവസാനം തന്നെയല്ലേ ഉത്തരേന്ത്യയിലെ പല മുസ്ലിം സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ മുഴുവൻ എസ്കക്കാരാണുള്ളത്. ഉത്തരേന്ത്യയിലെ പല മുസ്ലിം സംഘടനകളും ഈ സൂഫി സമ്മേളനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ അവസാനത്തിലുണ്ട്. അതൊന്ന് മുഴുവൻ കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കുക. SKSS ഉണ്ടായിട്ടാണ് ഇത് വിവാദമായത്. ഞങ്ങൾക്കറിയാം. നിങ്ങൾ കൊണ്ടുവന്ന മുടിയും പൊടിയും ചട്ടിയും മാസപ്പിറവിയും ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ നടത്തിയ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അച്ചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം SKSS ഉള്ള കാലത്തോളം നിങ്ങളൊരു തട്ടിപ്പും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവുകയില്ല എന്നത് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പേടിന്റിനെ SKSS ഇല്ലാതാക്കിയതല്ല. അങ്ങനെ പ്രയോഗം ആ വാർത്തയിലുമില്ല. അത് നിങ്ങളുടെ മനക്കോട്ടയിൽ നിന്ന് നിങ്ങൾ ഉൾത്തിരിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്താണ് ആ വാർത്തയിലുള്ളത്? ദില്ലിയിൽ നടന്ന ലോക സൂഫി സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. കേന്ദ്ര സർക്കാരും RSSും സ്പോൺസർ ചെയ്തതാണ് സൂഫി സമ്മേളനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത് കാന്തപുരം സമുദായത്തെ വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് വിമർശനം. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച് കൂടുതൽ വിവാദത്തിനില്ലെന്ന് കാന്തപുരം വക്താക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹി വിജ്ഞാൻ ഭവനിലും രാംലീല മൈതാനത്തുമായാണ് ലോക സൂഫി സമ്മേളനം നടന്നത്. ഓൾ ഇന്ത്യ ഉലമ ആൻഡ് മശായിഖ് ബോർഡും ലോക സൂഫി ഫോറവുമാണ് പ്രത്യക്ഷത്തിൽ പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും പിന്നിൽ സംഘപരിവാറാണെന്നാണ് വിമർശനം. പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായിരുന്നു. സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതാണ് വിവാദമായത്. ആരെ വിവാദമാക്കിയത്? എസ്കക്കാരാ വിവാദമാക്കിയത്. ആദ്യം അതിനെതിരെ പ്രതികരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം ഇയാൾക്ക് അകപ്പാടെ കുറ്റം പറയാനുള്ളത് തൊള്ള എസ്കക്കാര്, ചേളാരി കമ്പനി, എസ്കക്കാര്, ചേളാരി കമ്പനി. ഇയാളെ മേത്തൊക്കെ മീറ്റർ ഘടിപ്പിച്ചുണ്ടല്ലോ, ലക്ഷക്കണക്കിനുണ്ടാവും എണ്ണം. ആ രൂപത്തിൽ തൊള്ള തന്നെ പറയുള്ളൂ. ആരാ ഇത് വിവാദമാക്കിയത്? പത്രക്കാരുടെ മുമ്പിൽ ആദ്യമായി പ്രതികരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആരോടാ അതൊക്കെ പറയൂ? രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും മോദിക്കൊപ്പം നിന്ന് കാര്യലാഭമുണ്ടാക്കുകയാണ് കാന്തപുരത്തിന്റെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിമർശിച്ചു. അയാൾ എസ്കക്കാരനല്ല സാധു. ജമാഅത്തെ ഇസ്ലാമിന് അമീറാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ചേക്കമ്പഴക്കാർ നാടൻ മലയാളത്തിൽ പറയും. ആ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് ആദ്യം പ്രതികരിച്ചത്, എസ്കക്കാരനല്ല. ഇത് എവിടുന്നോ കേട്ട ഭരണിപ്പാട്ട്. ആ പാട്ടുമായിട്ട് നാട് നീളെ ചുറ്റി നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞൂടെ? നിങ്ങളെ നേരത്തെ രണ്ട് മലക്കൂലി, നന്മ എഴുതുന്ന മലക്കും തിന്മ എഴുതുന്ന മലക്കും. തിന്മ എഴുതുന്ന മലക്കിങ്ങനെ രാവും പകലില്ലാതെ എഴുതുണ്ടാക്കുമ്പോ നന്മ എഴുതുന്ന മലക്കിനും പൂതി ഉണ്ടാവൂലേ സാധു? എന്തെങ്കിലുമൊക്കെ നന്മ എഴുതാൻ അതിനൊരു കേസ് ഉണ്ടാക്കി കൊടുത്തൂടെ? അധികാരി വർഗത്തിന്റെ ഒരു അരമനകളിൽ അപ്പക്കഷ്ടങ്ങൾക്ക് വേണ്ടി അടയിരിക്കുന്ന ഒരു സംഘം എക്കാലവും ഏതാണ്ട് എല്ലാ മതസമൂഹങ്ങളുമുണ്ട്. അത്തരം മതപുരോഹിതന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഭരണകൂടം ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. കാന്തപുരത്തിനെതിരെ സമസ്ത EK വിഭാഗവും രംഗത്തെത്തി. മുസ്ലിം സമുദായത്തെ മോഡിക്ക്
പണയം വെക്കാനുള്ള ഒരു നിഗൂഢമായ നീക്കം, അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സമ്മേളനത്തിനെതിരെ ഉത്തരേന്ത്യയിലെ പല പ്രമുഖ മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ആരൊക്കെ രംഗത്തെത്തിയത് മോനാന്ന് കേൾപ്പിക്ക്. എസ്കക്കാർ കുഴപ്പമുണ്ടാക്കിയതിലെ ഈ സമ്മേളനത്തിനെതിരെ ഉത്തരേന്ത്യയിലെ പല മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാൾക്ക് ഉത്തരേന്ത്യ, ഇതിന് മമ്പാട്ടുക്ക് കോഴിക്കോട്ട് മമ്പാട്ട് പോലെ പായാന്നല്ലാതെ അപ്പൊ എവിടേക്കാണ് പ്രശ്നം ഉണ്ടായത്? ആരൊക്കെ വിമർശിച്ചത്? അന്തള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും വിമർശിച്ചിട്ടുണ്ട്. ഇത് സൂഫി സമ്മേളനമല്ല, ഇത് ദീനിനെ കളിയാക്കാനുള്ളതാണ്. സമ്മേളനത്തിനെതിരെ ഉത്തരേന്ത്യയിലെ പല പ്രമുഖ മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് കൂടുതൽ വിവാദത്തിനില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട്. ആ നിലപാട് നിന്നോളി, അത് മാന്യതയ്ക്ക് നല്ലതാ. ഇനി അത് കൂടി വിശദീകരിച്ചാൽ ഒന്നായിട്ട് ഭയമാന്ത്രാക്കണ്ട. അതുകൊണ്ട് പറയുമ്പോഴും വിമർശിക്കുമ്പോഴും മാന്യത കൈവിടരുതെന്നും ഉള്ളതുപോലെ പറയണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ സൂഫി സമ്മേളനം വിമർശിക്കപ്പെട്ടത്? ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് നിരക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച സമയം കളയുന്നില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ നിങ്ങൾ, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനൊരു ക്ലിപ്പ് കാണിച്ചിരുന്നു. ഞാൻ അതിപ്പോ കാണിക്കുന്നില്ല. അന്നേ ആ സൂഫി സമ്മേളനത്തിന്റെ പ്രധാന ദിക്റന്താരങ്ങളെ ഭാരത എല്ലാ സൂഫികളും ഒറ്റവാക്യത്തിൽ ഉച്ചരിച്ച ദിക്റാണ്. പല ജാതി ദിക്ർ നമ്മൾ കേട്ടണ്. ഈ ജാതി ദിക്ർ സൂഫി സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. നരേന്ദ്രമോദി വരുമ്പോഴും ഭാരതി മാതാ കീ ജയ്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനടക്കും ഭാരതി മാതാ കീ ജയ്. ഇതെന്നെ സൂഫി സമ്മേളനത്തിൽ കേൾക്കരുത്. എന്ത് സൂഫിയാപ്പാ, എന്ത് സൂഫിയാണത്? പല ജാതി സൂഫിയാണ് നമ്മൾ കണ്ടിട്ട്, ഈ ജാതി സൂഫിയാണ് നമ്മൾ കണ്ടിട്ടില്ല. वर्ल्ड सूफी कॉन्फ्रेंस में सूफी संगीत के जरिए, सूफी विचारों के जरिए आतंकवाद से कराहती दुनिया में अमन का पैगाम फैलाने की और इसी कोशिश में प्रधानमंत्री मोदी भी सूफी विद्वानों के साथ कदम से कदम मिलाते दिख रहे हैं। दिल्ली में 4 दिन तक चलने वाली सूफी संतों की सभा में पहला दिन प्रधानमंत्री नरेंद्र मोदी के नाम रहा। अपने सूफियाना अंदाज से मोदी ने यहाँ लोगों का दिल जीत लिया। मोदी ने यहाँ सूफिज्म, नेशनलिज्म और टेररिज्म हर मुद्दे पर खुलकर अपने विचार रखे। मोदी ने यहाँ क्या कुछ कहा उसे बताने से पहले आपको दिखाते हैं मोदी के मंच पर आते ही कैसे यहाँ भारत माता की जय का जय जयकार होने लगा। സൂഫിയാളാണ്. ഈ നിലയ്ക്ക് ദീനിനെ പരിഹസിക്കാൻ ദീനിന്റെ ശത്രുക്കൾ ഒരുക്കി കൂട്ടിയ വിഷയങ്ങൾക്ക് കളമൊരുക്കി കൊടുത്തു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ നടന്ന പ്രസംഗത്തിന് ജബ്ബാറാജിന്റെ ബാക്കിൽ കുറെ കൂടും. നിങ്ങൾ ജബ്ബാറാജിന്റെ ബാക്കിൽ കൂടും. എന്തായാലും പറഞ്ഞാൽ നിങ്ങൾ മമ്പാട് സഖാബി എന്താ പറഞ്ഞത്? ഓലെ പരിപാടിക്ക് പെർമിറ്റ് മുടക്കാൻ വേണ്ടിയിട്ട് ജബ്ബാറാജ് കൂട്ടുന്നു. ഇത്ര ഉളുപ്പുണ്ട് ചങ്ങായി. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ജബ്ബാറാജിന് പെർമിറ്റ് മുടക്കാനും പോയിട്ടില്ല. ഒരു കുട്ടി പെർമിറ്റ് മുടക്കാൻ പോയിട്ടില്ല. എന്തുണ്ടായത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇയാളാകാതെ ആ കാര്യം പറയാം. സ്റ്റേജ് മാറ്റിച്ചാൽ പെർമിഷൻ മുടക്കാനും പോലീസുകാരെ സോപ്പുണ്ടെങ്കിൽ മൂല്യന്മാരെ കൊണ്ടാവില്ല. ഏതെങ്കിലും ജബ്ബാറാജിനെ കിട്ടണം. ആദ്യം പറഞ്ഞ സോപ്പുകളെ ലീഗിനെ നന്നാക്കാനല്ല, കൺഫർട്ട് ലീഗിനെ കിട്ടാൻ ആയിരത്തി കൊടുക്കാൻ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനത്തെ പരിപാടിക്ക് പെർമിറ്റ് കൊടുക്കാൻ എന്തെങ്കിലും ജബ്ബാറാജിനെ കിട്ടണ. ജബ്ബാറാജിന്റെ പണിതാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 1000 മുടിക്കുട്ടികൾക്ക്, 1000 കാരന്തൂരികൾക്ക് അര ജബ്ബാറാജ് മതി എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ജബ്ബാറാജിന്റെ പേര് കേൾക്കുമ്പോൾ വയറ്റ് നോക്കണ്ടില്ലേ? ഉണ്ടാവും. കാരണം നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയ കുറെ സ്ഥാപനങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കി. ആ സ്ഥാപനങ്ങൾ പള്ളികളായും മദ്രസകളായും വഖഫ് സ്വത്തുകളായും കള്ളക്കണക്കിൽ കള്ള രജിസ്റ്ററിൽ നിങ്ങൾ ഉണ്ടാക്കിയ പല കള്ളക്കളികളും വെളിച്ചത്ത് കൊണ്ടുവന്ന് മാതൃസംഘടനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. എന്താ സംഭവം ഉണ്ടായത്? നമ്മുടെ ഈ പരിപാടിക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി പോയി.
പെർമിഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോ അവിടുന്ന് പോലീസുകാർ മാനും മര്യാദയ്ക്ക് ചോദിക്കണമാര് ചോദിച്ചോടെ വേറെ പരിപാടി ഉണ്ടോ? ഇന്ന ഡേറ്റിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടിക്ക് വന്ന് പെർമിഷൻ വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങൾ പെർമിഷൻ വാങ്ങാതെ ഞങ്ങളെ ഉത്തരവാദി. പോലീസ് സ്റ്റേഷനെ രജിസ്റ്റർ മറിച്ച് നോക്കിയിട്ട് പോലീസുകാർ പറഞ്ഞു ആ ഡേറ്റിന് അവിടെ അങ്ങനെ പരിപാടിക്ക് പെർമിഷൻ വാങ്ങിയില്ല. ഉടനെ അവിടുത്തെ മുടിക്കുട്ടി പ്രവർത്തകന്മാർക്ക് പോലീസുകാർ വിളിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ കെട്ടിയോട്ട് നിങ്ങൾ സ്റ്റേജ് കഴിച്ചില്ലേ, ആ കുണ്ട് ഞങ്ങളോടും ജബ്ബാറാജിനോടാ തീർക്കുന്നത്. പരിപാടി വെക്കുന്നതിന് മുമ്പ് പെർമിഷനൊക്കെ വാങ്ങി ഏരിയകൾ ഏതൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് പോരെ സ്റ്റേജ് കെട്ടലും പരിപാടി നടത്തലൊക്കെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തിരിയില്ലെങ്കിൽ ഞങ്ങളടുത്ത് വന്ന് ചോദിക്കുക എങ്ങനെ പരിപാടി നടത്തല്, എങ്ങനെ പെർമിഷൻ എടുക്കല്, എങ്ങനെ ഞങ്ങളോട് ചോദിച്ചോട്ട് ഞങ്ങൾ മാന്യമര്യാദയ്ക്ക് പറഞ്ഞു തരും. ഞങ്ങൾ അതിനെല്ലാവർക്കും നസീഹത്ത് ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിച്ച് ഞങ്ങളുടെ മേലിലോ മറ്റുള്ള പ്രവർത്തകന്മാരുടെ മേലിലോ നേതാക്കന്മാരുടെ മേലിലോ വ്യാജ ആരോപണങ്ങൾ നിങ്ങൾ നടത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിരുന്നു. സമസ്തയുടെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു 90 വർഷക്കാലത്തെ സമസ്തയുടെ ചരിത്രത്തിനിടയിൽ രാഷ്ട്രീയപരമായ വിഷയത്തിൽ സമസ്ത ഇടപെട്ടിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് പറഞ്ഞത് കൂടി ആലോചിക്കണം. പരസ്യമായി മുസ്ലിം ലീഗിനെ തോൽപ്പിക്കണം, പരസ്യമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, പരസ്യമായി ഇന്നാളെ ജയിപ്പിക്കണം, ഇന്നാളെ തോൽപ്പിക്കണം, ഇങ്ങനത്തെ ഒരു പരാമർശം, ഒരു തീരുമാനം സമസ്തന്റെ ചരിത്രത്തിനുണ്ടായിട്ടില്ല. അതിന് മുമ്പ് സമസ്തന്റെ പഴയകാല ചരിത്രത്തില് ഒരു മിനിറ്റ്സ് എടുത്ത് വായിച്ചു. എന്താണ് ആ മിനിറ്റ്സിലുള്ളത്? ആ മിനിറ്റ്സിലുള്ള വിഷയമാണോ ഞാനിവിടെ പറഞ്ഞത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പോലെ സമസ്തയുടെ ചരിത്രത്തിൽ ഒരാളും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പോകാം. അതിന്റെ ശേഷം വ്യക്തമായ തെളിവുകൾ വന്നില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കാൻ വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് തീരുമാനിച്ചു. പരസ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കൂ. നിങ്ങൾ ഈ മഹിതമായ സംഘടനയ്ക്കെതിരെ നിങ്ങൾ ആരോപിച്ചിരുന്ന 2 ആരോപണങ്ങളിൽ മർമ്മപ്രധാനമായ ആരോപണ രാഷ്ട്രീയ ബന്ധമായിരുന്നു. ഞാൻ ആലോചിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾക്കെതിരെ കള്ളാരോപണം നടത്തി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സമസ്തനെ കൊണ്ടുപോകുന്നു എന്ന ആരോപണം നടത്തി അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ ആവേശമുണ്ടാക്കി അവരെ ഇളക്കി വിട്ടി സമസ്തക്കെതിരെ ആളെ കൂട്ടാനുള്ള കുതന്ത്രമാണ് നിങ്ങൾ എന്നും നടത്തിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യണത്? പരസ്യമായി ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ തോൽപ്പിക്കണം, ജയിപ്പിക്കണമെന്ന് പത്രസമ്മേളനം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് തരം താഴ്ന്ന രാഷ്ട്രീയക്കാരുടെ ഗതികേടിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം നടന്നൊരു പത്രസമ്മേളനം കേട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയെ തുണയ്ക്കാൻ AP സുന്നികൾക്ക് കാന്തപുരത്തിന്റെ നിർദ്ദേശം. ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് വഴി നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി നാടിന് അപകടമാണ്. കേരള മുസ്ലിം ജമാഅത്ത് സമുദായത്തിന് ഭീഷണിയാണ്. സമുദായത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കാൻ മനസ്സിന്റെ ഉള്ളിൽ രാഷ്ട്രീയ പാർട്ടിയെന്നും നാവ് കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും പ്രഖ്യാപിച്ചും മനസ്സിൽ പറഞ്ഞും ഈ ഉണ്ടാക്കിയ സംഘടന സമുദായത്തിന് ഭീഷണിയാണ് എന്ന് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കാന്തപുരത്തിന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീകൾക്ക് പിന്തുണ നൽകേണ്ട എന്നും തീരുമാനിച്ചുവെന്നാണ് വിവരം. ലീഗിനെ എതിർക്കുമ്പോഴും പലയിടങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് കാന്തപുരവും കൂട്ടരും സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി പരമാവധി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാനാണ് നിർദ്ദേശം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ വരെ AP വിഭാഗം രംഗത്തിറങ്ങിയിരുന്നു. തിരുകേശ വിവാദത്തിലടക്കം CPM-നോടുള്ള പിണക്കം കാന്തപുരത്തിന് മാറിയെന്നാണ് സൂചന. MLA-മാരായ KT ജലീലിന്റെയും PT റഹീമിന്റെയും മാധ്യസ്ഥ ചർച്ചകളിലൂടെ അസ്വാരസ്യം പൂർണ്ണമായി മാറിയെന്ന് കാന്തപുരത്തിനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ നിലപാടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം പ്രതികരിച്ചിരുന്നു. ഒരു കൃത്യമായ നിലപാടെടുക്കുമോ? ഇത്തവണ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? അങ്ങനെ ഒരു നിലപാടെടുത്തത് അണികളിലേക്ക് എത്തിക്കും. പത്രക്കാരെ ചോദിക്കുന്നൊക്കെ രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു നിലപാടുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ അയാൾ തയ്യാറായില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനേറ്റ ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അത് ഏൽക്കേണ്ടി വരും.
അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇങ്ങനെ തരം താഴ്ന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പണി നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യരുതെന്നും അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യരുതെന്നും സ്ത്രീകളുടെ വിഷയത്തിൽ പരിഗണനയില്ലെന്നും പരസ്യമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ ഔദ്യോഗികമായ രേഖ പ്രഖ്യാപിക്കുന്ന സമയത്ത് കണ്ണൂരിൽ ശൈലജ ടീച്ചർക്ക് വേണ്ടി മുള്ളൂർക്കര മുഹമ്മദ് റിസാഖി പരസ്യമായി വോട്ട് തേടി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ആലോചിക്കണം. മഹാനായ ശേഖന ശംസുലമക്കെതിരെ, മഹാനായ കണ്ണിയത്തുസാദിനെതിരെ ആദ്യകാലത്ത് രാഷ്ട്രീയാരോപണം നടത്തി പുറത്തു പോകുന്നവർ തീരെ ഉളുപ്പില്ലാതെ ഹിജാബ് പോലും പാലിക്കാതെ രാഷ്ട്രീയക്കാരുടെ സകലമാന സീമകളും ലംഘിച്ചുകൊണ്ട് കണ്ണൂരിൽ ശൈലജ ടീച്ചർക്ക് വേണ്ടി പരസ്യമായി വോട്ട് പിടിക്കാൻ നടക്കുന്ന സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് റിസാഖി. എന്നിട്ട് എന്തായാലും പറയണത് സുബ്ഹാനല്ലാഹ്, ഇത്ര ഒരു തരം താഴ്ന്നൊരു ഗതികേടിലേക്ക് നിങ്ങൾ എത്തിയല്ലോ എന്നത് നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പ്രചരണം എന്ന് പറയാണ് എല്ലാവരും ശൈലജ ടീച്ചർക്ക് അനുവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യണം, ശൈലജ ടീച്ചറെ വിജയിപ്പിക്കണം. ആരാ പ്രസംഗിക്കുന്നത്? മുള്ളൂർക്കര മുഹമ്മദ് റിസാഖി. ഇതിനു വേണ്ടിയാണോ സമസ്ത എന്ന ജംഇയ്യത്തുൽ രൂപീകരിച്ചത്? ഞങ്ങൾ ഒരു യഥാർത്ഥ സമസ്തന്റെ വാദയിലാണ്, ഞങ്ങളൊരു ശതമാനം പോലും തെറ്റിയിട്ടില്ല എന്ന് വാങ്ങുവരാതെ പ്രസംഗിച്ച് നടക്കുന്നവർ എന്തേ ഇതൊന്നും കണ്ടിട്ടില്ല നടിക്കുന്നു? പണ്ഡിതന്മാർക്ക് അവരുടേതായ ഡ്യൂട്ടിയുണ്ട്, രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഡ്യൂട്ടിയുണ്ട്, പണ്ഡിത സംഘടനക്കൊരു ഡ്യൂട്ടിയുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ഡ്യൂട്ടികൾ അവരവ നിർവഹിക്കണം. രാഷ്ട്രീയക്കാരുടെ ഡ്യൂട്ടി പണ്ഡിതന്മാർ അതിൽ പോയി കൈവിട്ടാൽ മൂന്നൊക്കെ തല്ലിട്ടും ആ തല്ലിട്ട കോലം ഞാൻ പറഞ്ഞുതരാ. എന്നിട്ട് വഹാബ് പറയാണ് ആര് ജയിച്ചാലും തോറ്റാലും ഞങ്ങളെ എല്ലാരും കുറ്റം പറയണത് പറയില്ലേ? അവനാണെടുക്കണ പണി അവനടക്കേണ്ടത്, അവനടുക്കണ പണി അവനടുക്കണം. ഞാൻ അൻഷാദ പ്രസംഗം ഞാൻ കേൾപ്പിക്കും. മുള്ളൂർക്കാരുടെ വാക്കുകൊണ്ട് കേൾക്കുന്നത് ഇവിടെയാണ് ഏറ്റവും അധികം വർഗീയ വിഷം കുത്തിവെച്ച് നാടിനെ കലാപകാരികളുടെ നാടാക്കാൻ കണ്ണൂരിലെ ഒരു വിഭാഗം ആളുകളെ തെരഞ്ഞെടുത്ത് അതിനെ ചർച്ച നടത്തുകയാണ്. അതുകൊണ്ടാണ് കണ്ണൂരിൽ നമ്മുടെ തുറക്കണമെന്ന് വെച്ചിട്ടാണ് ഇന്നലെയും ഇന്നും ഈ ഇന്നലെ കണ്ണാരക്കണ്ണനും തമ്മാലായത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായ സാഹചര്യം. ഈ കണ്ണൂര് മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് ഗോവിന്ദവരി രാജാവ് ശ്രീദേവി തമ്പുരാട്ടിയുടെ മകൻ ഇസ്ലാമിലെ രണ്ടാമത്തെ സ്വഹാബിയായ മഹാനായിരിക്കുന്ന സൈഫുദ്ദീൻ മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹുവിന്റെ നാടാണ് കണ്ണൂര്. അറക്കൽ ബീവിയുടെ അറക്കൽ കൊട്ടാരം നിലനിൽക്കുന്ന രാജ്യമാണ് കണ്ണൂര്. എല്ലാ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം ജീവിക്കുന്ന നാടാണ് ഈ കണ്ണൂര്. ആ കണ്ണൂരിന്റെ സൗഹാർദ്ദം തച്ചടക്കാൻ ഒരു നിലക്കും നമ്മൾ ആരെയും അനുവദിക്കരുത്. കേരളത്തിന്റെ ആ മഹിതമായ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ യോഗ സമസ്ത സുഖിനോ ഭവന്തോ ആ മുദ്രാവാക്യം അന്തരീക്ഷ ഒടുങ്ങട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 20, 21, 22 വാചകങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ഇത് മൂന്നും മുഴങ്ങുന്നതൊപ്പം മതമില്ലാത്ത ആൾക്കാരുണ്ടാകും. അവർ വിളിക്കട്ടെ ലാൽ സലാം, അതും നടക്കട്ടെ. ഇനി അതിന് അപ്പുറത്ത് വല്ല തുടങ്ങി അതും വിളിച്ചോട്ടെ. നമുക്കൊക്കെ ഇവിടെ ഏകോദര സഹോദരന്മാരായി ഓണം വിഷു പെരുന്നാളും ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ച് എല്ലാ വീട്ടിലും എല്ലാവർക്കും ഒന്നിച്ച് ഉണ്ട് ഉറങ്ങി ശുദ്ധമായി മരിക്കുന്നത് വരെ മനുഷ്യനായി ജീവിക്കാനല്ല. അങ്ങനെ മനുഷ്യനായി ജീവിച്ചാൽ പോരാ, മുസ്ലിമായി ജീവിക്കണം. മുസ്ലിമായി ജീവിക്കണം. എന്തെങ്കിലും അങ്ങനൊക്കെ പറയാനൊരു മടി ഉണ്ട്. ഒന്നിച്ചു ഉണ്ടും ഉറങ്ങിയും സന്തോഷത്തോടെ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടി നമുക്കൊരു മനുഷ്യനായി ജീവിച്ചു മരിക്കണം. പ്രസംഗത്തിന്റെ കോലൊക്കെ മാറി. നിങ്ങളൊക്കെ പണ്ട് നടത്തിയ ബാഗിപ്പോഴും CD വാങ്ങാൻ കിട്ടും, പഴയ കാസറ്റ് വാങ്ങാൻ കിട്ടും. അങ്ങനെ നമുക്കൊരു മനുഷ്യനായി ജീവിച്ചു മരിച്ചാൽ പോരാ, ഒരു യഥാർത്ഥമായ മുസ്ലിമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും സുന്നിയായി ജീവിച്ചു മരിക്കണം. അങ്ങനെ യഥാർത്ഥ സുന്നിയായി ജീവിക്കാനും ആ സുന്നിയായി മരിക്കാനും പറ്റുന്ന പക്വതയിലും പാകതയിലുമുള്ള ജീവിതവും സംസാരവുമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അതൊക്കെ പോയി ഇപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ച് സൗഹാർദ്ദത്തിൽ ഉണ്ടുറങ്ങി അങ്ങനെയാണ് ജീവിച്ച് മരിച്ചാൽ മതി. അത് പറയേണ്ടിടത്തേക്ക് എത്താൻ കാരണം താരങ്ങള് തനിച്ച രാഷ്ട്രീയക്കാരന്റെ തരംതാണ കുപ്പായം ധരിച്ചപ്പോഴാണ്. ജീവിക്കാനല്ല, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി താഴ്മയോടെ വിനയത്തോടെ തൊഴിലയോടെ ഞാൻ പറയുകയാണ്.
പറയുകയാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, മറന്നു പോകണ്ട. അരിവാളികളുടെ കുത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, വികസനത്തെക്കാളുപരി നമുക്കിവിടെ മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറയും? നമ്മളെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ്, 36 പെണ്ണുങ്ങളല്ലത്, പെങ്ങളുമല്ല. ആ ശൈലജ ടീച്ചർക്ക് വേണ്ടി കണ്ണൂരിലെ ഒട്ടനവധി തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ പ്രസംഗിച്ച് ആ ഈ ശൈലജ ടീച്ചറെ ഒപ്പം ഒന്നിച്ചിരുന്നു ഉണ്ടു ഉറങ്ങിയും അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായൊരു മുസ്ലിമിന് പോലും ഈ പണ്ഡിതന്മാരുടെ ഈ ഹൈബത്തിന് പോലും കളങ്കം വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്താ ഇതൊന്നും പിടിച്ചു കെട്ടാനും പാടില്ലെന്ന് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകളില്ലേ? നിങ്ങൾ SSFR എന്താ ചെയ്യുന്ന നോക്കി അതിന് മൈക്രോസ്കോപ്പ് വെച്ച് നടന്നോളി. അവനവന്റെ തട്ടകത്തിൽ നിന്ന് പരിശുദ്ധമായ ദീനിന്റെ രേപടിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ മയ്യത്തിന്റെ തലയിൽ നിന്ന് തേങ്കൊഴിഞ്ഞു പോകും പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിനെ സംബന്ധിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ 1-2 പത്രസമ്മേളനത്തിന്റെ ക്ലിപ്പ് കേൾപ്പിച്ച് 1-2 വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മമ്പാട് സഖാഫി ആ വിഷയത്തിനെ സംബന്ധിച്ച് മിണ്ടിയില്ല, ആ ഭാഗം തന്നെ പരാമർശിച്ചിട്ടില്ല. പരാമർശിക്കുമെന്ന് ഞമ്മക്ക് പ്രതീക്ഷയുമില്ല. കാരണം ആ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നത്, കാന്തപുരത്തോടൊരു ചോദ്യം, എന്താണ് ഞങ്ങളുടെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? അപ്പൊ കാന്തപുരം പറഞ്ഞു നോളജ് സിറ്റിയായിട്ട് ഇങ്ങനെ പോകണ്. അപ്പൊ ചോദിക്കുന്ന ആള് ചോദിച്ചു, അല്ല നിങ്ങളെ മുടിന്റെ സംഗതി എന്തായി? അപ്പൊ ഇയാള് പറഞ്ഞു മുടി മാത്രമല്ല വേറെ ഞങ്ങളുടെ കയ്യിൽ പലതുണ്ട്. അപ്പൊ നിങ്ങളെ പള്ളിപ്പണി നടക്കണുണ്ടോ ചോദ്യം. അപ്പൊ ഇയാള് പറഞ്ഞു നോളജ് സിറ്റിയിലെ പള്ളിയില്ല, അത് ഞങ്ങൾ സെപ്പറേറ്റ് വേറെ പള്ളി വേറെ ഉണ്ടാക്കും. അപ്പൊ നിങ്ങള് മുടിക്കൂടെ വെക്കുക, അത് ഞങ്ങൾ ഈ പള്ളിയിൽ വെക്കൂല, അതിന് ഞങ്ങൾ വേറെ ബിൽഡിംഗ് ഉണ്ടാക്കും. ഈ പത്രസമ്മേളനം ഞാൻ കേൾപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് മമ്പാട് സഹായ വിഷയത്തെ പറ്റി മിണ്ടിയില്ല. ഞങ്ങൾക്കറിയാം മുടി സംബന്ധമായി നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല. നിങ്ങൾക്ക് കേൾക്കണോ? മമ്പാട് സഖാഫിയെ വിളിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട RCKP ക്ലാസുമായി ബന്ധപ്പെടുന്ന ആർക്കറിയാം? RCKPയെ നമ്മുടെ ഈ പരിപാടി ലോകത്ത് ആയിരക്കണക്കായ ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ. ഒരു പക്ഷേ അദ്ദേഹം ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാകും. അദ്ദേഹം ഫോൺ വിളിച്ചു, വഹാബിന് ഫോൺ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. RCKPയുടെ ചോദ്യത്തിന് മുന്നിൽ ഇയാള് പതറി. ആര്? വഹാബ് സഖാവി പതറി. എന്താ അയാൾ പറഞ്ഞാൽ നിങ്ങള് ഇയാൾ നിറവിളിച്ച വഹാബ് നിറവിളിച്ചാണ്ട് പറയാണ്, നിന്നോട് ഇനി മുടിനെ പറ്റി പറയരുതെന്ന് മർക്കത്ത് നിന്നോട് എഴുതി വാങ്ങിക്കണ്. മുടിനെ പറ്റി ഇനി പറയരുതെന്ന് മർക്കസ് നിന്നോട് എഴുതി വാങ്ങിക്കണ്. എനിക്ക് ഞാൻ പറയാൻ നിർവാഹമില്ല. ഇത് പറഞ്ഞോരെ മുഴുവൻ വായ മൂടിക്കെട്ടി. ഒരു കാലത്ത് നിങ്ങൾ വടിമ നീച്ച പാമ്പിന്റെ മാതിരി പാഞ്ഞു നടന്ന് ഈ മുടിയുടെ വിഷയത്തിൽ നാടായ നാടുകളിൽ മുഴുവൻ ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും നടത്തി പ്രസംഗങ്ങൾ നടത്തി ആളുകൾ ഇതിലേക്ക് വശീകരിച്ച് ഇന്ന് ഈ വിഷയത്തെ പറ്റി ചർച്ചയില്ല. സഖാഫിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. ഇൻഷാഅല്ലാഹ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ആ പത്രസമ്മേളനം ഒന്ന് കേൾക്കി, എന്നിട്ട് 1-2 കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. പണ്ഡിതനാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പണ്ഡിതന്മാരോട് പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. എന്തേനെ പറ്റി ഉണ്ടാഞ്ഞത്? നോളജ് സിറ്റിയിൽ പള്ളിയില്ലെന്ന കാന്തപുരത്തിന്റെ ഈ പത്രസമ്മേളനം ഞാൻ കേൾപ്പിച്ചു. അതിനെപ്പറ്റി കാമാമിണ്ടില എന്റെ കണ്ടില്ലേ? എന്റെ പ്രസംഗം ആ ഭാഗത്ത് മനസ്സിലാകാതെ പോയതാണോ? നിങ്ങൾ വലിയ റിക്കാർഡിന്റെ ആളാണെന്നല്ലേ പറഞ്ഞത്. എന്തെങ്കിലും കേൾക്കാതെ പോയത് പറ. ആ നോളജ് സിറ്റിയിലുള്ള പള്ളി എവിടെ പോയി? അന്യായം ചോദിച്ചു നീർക്കോലി മുണിയതാണോ? മറുപടി കിട്ടിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പള്ളി കോഴിക്കോട്ടുണ്ടാക്കുന്ന അയാൾ ആദ്യം പറഞ്ഞിന് കരുന്നോണി പറഞ്ഞു. അങ്ങനെ കോഴിക്കോടുണ്ടാക്കുന്നല്ല ഈ പള്ളി കൈ നോളജ് സിറ്റിന്റെ മധ്യത്തിലുണ്ടാക്കുന്ന പറഞ്ഞിരുന്നത്. ഇന്ത്യനെ പറ്റി ഉണ്ടാഞ്ഞത് അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാർ എന്ന് പറയുന്ന അറബിയിൽ ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. ഏതായിരിക്കട്ടെ, ഈ മുടിയുടെ വിഷയത്തിൽ മുടി മാത്രമല്ല വേറെയും പല സാധനങ്ങളുണ്ട്. ഞാൻ വഹാബിയോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മർക്കസിൽ കൊണ്ടുവന്ന മുടി, ഏത് വഴിയിലൂടെ കിട്ടിയാലും ഏത് പരമ്പരയിലൂടെ കിട്ടിയാലും മർക്കസിൽ കൊണ്ടുവന്ന് നബിയുടേതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മുടി, പ്രദർശിപ്പിക്കുന്ന മുടി, വെള്ളം കൊടുക്കുന്ന മുടി, ആ മുടി നബിയുടേതല്ലെന്ന് ഞാൻ സമർത്ഥിക്കും. ആണെന്ന് സമർത്ഥിക്കാൻ വഹാബ് സഹാബി തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഈ മാങ്കടവിൽ വെച്ചാകട്ടെ ഈ മുടിയുടെ വിഷയത്തിൽ പരസ്യമായൊരു സംവാദത്തിന് ഞാനുമായി വഹാബ് സഹാബി തയ്യാറുണ്ടെങ്കിൽ ഡേറ്റ് പറഞ്ഞാൽ മതി. ഞാൻ ഒരുക്കമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. എന്തെങ്കിലും മുടിമുണ്ടാതെ പോയത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അതിൽ വലിയ പ്രയാസമുണ്ട്. ഇതിനിടക്ക് പ്രവർത്തകന്മാരുടെ കാര്യം ഓർമ്മപ്പെടുത്താണ്. ഇവിടുത്തെ എപിക്കാരും മുഴുവൻ പോലീസ് സ്റ്റേഷൻ ഏറ്റിക്കാപ്പിരിക്കണം. ഇവിടുത്തെ എപിക്കാരും മുഴുവൻ പോലീസ് സ്റ്റേഷൻ ഏറ്റിക്കാപ്പിരുന്നു. പോലീസുകാർ വന്നിട്ട് പരിപാടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. 15 വരെ നമ്മളെന്താ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇന്നെ പരിഹസിക്കാൻ വേണ്ടി മുജാഹിദുകാരന്റെ ക്ലിപ്പിട്ടു. ഒരു മുജാഹിദുകാരന്റെ ക്ലിപ്പിട്ടു. എല്ലാരും അവിടെ ഇരിക്കി. എന്താണ് മറ്റേ മുജാഹിദുകാരന്റെ ക്ലിപ്പിട്ടു. ആ ക്ലിപ്പ് അവിടെ ഇരിക്കെല്ലാരും. ആ ക്ലിപ്പിൽ എന്നെ പരിഹസിക്കാൻ വേണ്ടി ക്ലിപ്പിട്ടു. അതിന് ബർക്കത്തിന് വേണ്ടിയിട്ട് മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പ് ഞാനൊന്ന് ഇടുക. എന്തിനാ മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പ് ഇടുന്നത്? എന്തിനാ മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പ് ഇടുന്നത്? ഏകാരെ കൂടിയാൽ മൂർഖമ്പാമ്പിന്റെ കൂടെ കൂടിയ രാജവമ്പാലയുടെ കൂടെ കൂടിയാനേക്കാൾ മോശമാണ്. ഒരുത്തനെ രാജവമ്പാല കടിച്ചു മരിച്ചു, ഒരുത്ത ഏറ്റി ആയിട്ട് മരിച്ചാൽ ഓന്റെ കഥ കട്ടപ്പോകയാണ്. ഞാൻ പറഞ്ഞല്ല, എന്നെ പരിഹസിക്കാൻ മുജാഹിദിന്റെ ക്ലിപ്പിട്ട് ആലോചിക്കണം. അതിനും വലുത് നമ്മളെ കയ്യിലുണ്ട്. ക്ലിപ്പായിട്ട് നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ല. ബാലുശ്ശേരി പറയട്ടെ. രാജവമ്പാലെ സുന്നിനെ കഴിക്കുന്നു. ഒരു മുസ്ലിയാരോട് ഷോൾഡറിൽ കൈയിടുന്നു. ഏതാ വലിയ ഭീകരത എന്ന് വെച്ചാൽ മുസ്ലിയാർ തോളിൽ കൈയിട്ടെന്നാ ഞാൻ പറയാം. രാജവമ്പാലെ കടിക്കുന്നതിനേക്കാൾ ഭീകരത ഒരു മുസ്ലിയാരെ വാദം കേട്ട് ഒരു കുട്ടി ജീവിക്കാമെന്നാണ്. അങ്ങനൊക്കെ രാജവമ്പാലെ കൊത്തിയിട്ട് നമ്മുടെ മോൻ മരിച്ചു. അതിനേക്കാൾ ഭയാനകരമാണ് ഒരു മുസ്ലിയാരെ കൂടെ ഒരു കുട്ടി ഇറക്കുക എന്നുള്ളത്. ക്ഷമിക്കണം, ഞാൻ എല്ലാം ഉള്ളതുപോലെ വീക്ക് പോക്കില്ലാതെ പറഞ്ഞ് ശീലിച്ചു, കോംപ്രമൈസ് ഇല്ലാതെ എന്റെ മോനെ പാമ്പടിച്ച് എന്നൊരാളെ പേടിക്കണ്ട. ഓന് ശരീരത്തിന്റെ കൂലിയിട്ടു, ഓന് തൗഹീദുണ്ട്. എന്റെ മോനെ APC ഉസ്താദിന്റെ കൂടെ പോയി എങ്കിൽ അറ്റാക്ക് വെച്ചു തുടങ്ങി. ഓന്റെ കാര്യം ഓർത്തിട്ട് ഓന്റെ കാര്യം പോക്ക എണ്ണ തേക്കുന്ന വിധത്തിൽ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒറ്റ APC മരിച്ചു പോയാൽ ഓന്റെ കാര്യം പോക്കാണ്. രാജവമ്പാല കടിച്ച് മരിച്ചാൽ ഓന് തൗഹീദുണ്ടെങ്കിൽ സ്വർഗം കിട്ടും. API മരിച്ചാൽ സ്വർഗം കിട്ടൂല. ഞാനല്ല പറഞ്ഞത്, ബാലുശ്ശേരി മൗലവിയാ പറഞ്ഞത്. എന്തിനാണ് ആ വിഷയത്തിൽ മുജാഹിദുകാരുടെ പ്രസംഗങ്ങൾ കേൾപ്പിച്ച് ക്ലിപ്പിട്ട് എന്തിനാണ് വേണ്ടാത്ത രൂപത്തിൽ പ്രതികരിച്ചത്? അതൊന്നും മാന്യതയുള്ളവർക്ക് യോജിച്ചതല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങള് ഇവിടെ മൂല്യമാര് ആയിട്ടും പ്രസംഗം ഓതിയായിട്ട് എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഇവിടുത്തെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വേണ്ടാത്തരം ചെയ്യാൻ തുടങ്ങി. അത് എന്ത് തെറ്റ് ചെയ്താലും സ്വർഗം കിട്ടുന്ന മൂല്യമാരായപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട്. ആ മൂല്യാരും നിങ്ങൾ പറഞ്ഞു തരണം. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങള് എവിടെ സ്ഥാനാർത്ഥികൾ തോറ്റാലും ഞങ്ങളെയാണ് തെറി പറയുന്നത്. അദ്ദേഹം ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ മറുപടി
മുസ്ലിം ചെറുപ്പക്കാരെങ്ങനെ ചെയ്തു? ഈ മൂല്യമാരെ ആയത്തോത്തല്ലേ എന്ത് തെറ്റ് ചെയ്താലും സ്വർഗമുണ്ടെന്ന് ഇവർ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ലേ? ഇനി നോക്കുങ്ങള് തോറ്റ സ്ഥാനാർത്ഥിക്കാർ ഏത് മൂല്യരാണ് ആയത്തോതിയിട്ട് നിങ്ങൾ ഏത് തെമ്മാടിത്തരം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഏത് മൂല്യാരാ പറഞ്ഞത്? ആ മൂല്യാരെ പേരും കൂടെ ഒപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് തെമ്മാടിത്തരം ചെയ്താലും ഓനക്ക് സ്വർഗം കിട്ടുമെന്ന് ഏത് മൂല്യാരാ പറഞ്ഞത്? സാധു, പരമസാധു. ആ മൂല്യാരെ പേരും കൂടെ പറ. വെറുതെ അങ്ങനെ കാടടിക്ക് വെടിവെക്ക്. തോറ്റ സ്ഥാനാർത്ഥിക്കാരുടെ തെറി ഞമ്മക്ക താനൂരിൽ അടികിട്ടിയത് ഈ അത്രയുമാന് മാത്രമല്ല അവിടുത്തെ സുയക്കാർക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അത്രയുമാൻ മത്സരിച്ചതിന് അയാളെ അടിച്ചന്റെ ഒരു അടിച്ചുപൊളി കിട്ടണത് വാങ്ങി ചെയ്തോളി. അവിടുത്തെ സാധു സുയക്കാരൻ ദത്തിനായ ലീഗാരാ പോയി തച്ചത്. നിങ്ങൾക്ക് എലക്ഷൻ ടൈമിലും അന്തപ്പേറ്റിലേക്ക് എന്നാ നിങ്ങൾക്ക് റേറ്റില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ഏതെങ്കിലും ടീം സ്ഥാനാർത്ഥി തോറ്റാൽ തെറി നമ്മക്കാണ്. ആയി നിങ്ങൾ പഞ്ഞാര ചങ്ങായിമാരെ ഈ പണിക്ക് നിങ്ങൾ ഇറങ്ങണ്ട. ഇന്ന് അങ്ങനെയാണെങ്കിൽ ഇതാണ് പിരിച്ചുവിടികള്. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുലമാ സംഘടന അതൊന്ന് പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രീയ പാർട്ടിയാക്കി അങ്ങനെ പ്രവർത്തിച്ചോളി. അപ്പൊ ആ വേഷത്തിനും ആ കോലത്തിനും ആ സംസ്കാരത്തിനും അനുയോജ്യമായ അനുസൃതമായ രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. മതസംഘടന എന്ന പേരിൽ, ദീനിന്റെ പേരിൽ, ജംഇയ്യത്തുൽ ഉലമ എന്നതിന്റെ പേരിൽ പ്രവർത്തിക്കുമ്പോ മാന്യത വേണം. പണ്ഡിതന്മാർക്കുണ്ടായിരിക്കേണ്ട മാന്യത വേണം. ആ മാന്യത പോലെ നഷ്ടപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് വടശ്ശേരി ഹസൻ മുസ്ലിയാർ നടത്തിയ പ്രസംഗം ഞാനതിങ്ങനെ കേട്ടപ്പോൾ വിചാരിച്ച് തല്ലല്ല മൂർത്താ കൂടെ പേർന്ന് കിട്ടും. അജാതി വർത്തനയാണ് പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞാൽ? നിങ്ങള് മണ്ണാർക്കാട്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഇന്നാണ്, പരസ്യമായിട്ട് നിങ്ങൾ പരാജയപ്പെടുത്തണം. ആദർശസമ്മേളനത്തിലെ പ്രസംഗമാണ് ഇത്. കേൾക്കുമ്പോ ലീഗാര് കച്ചേരി നമ്മളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവനാന്റെ തൊള്ളേന്ന് വരുമ്പോ ആലോചിക്കണ്ടേ? ഓരോരോ വാക്കും തൊള്ളേന്ന് വരുമ്പോ ആലോചിക്കണം. അതിന്റെ ബാക്കി ഭാഗം എന്തായിരിക്കുമെന്ന് ആലോചിക്കണം. അതിന് തല്ലിട്ടേന് ഞങ്ങളെ തച്ചുക്കണോ എന്ന് പറഞ്ഞ സങ്കടപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാണ്? കുഞ്ഞി എംസിയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാവകാശം ഈ അലിംഗമയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മരണ നിങ്ങൾ അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം. ഈ 16-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഏപ്പിക്കാരെ മറക്കല്ലേ എന്ന് പരസ്യമായി ഒരു പണ്ഡിതൻ സ്റ്റേജിൽ വെച്ച് പറയുമ്പോ ഓന് തല്ലി കിട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് അയാൾ പറയേണ്ടതാണോ? ഇത് പറയാൻ അതിന്റെ ആളുകളില്ലേ? അതുകൊണ്ട് മാന്യം മര്യാദയ്ക്ക് പറയേണ്ടത് മാത്രമേ നമ്മൾ പറയാവൂ. അവനവൻ ഇരിക്കേണ്ടിടത്ത് ഇരിക്കാൻ അവിടെ വേറൊരാൾ ഇരിക്കുമെന്നൊരു ആപ്തവാക്യുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഇസ്സത്തിനും എന്റെ പേഴ്സണാലിറ്റിക്കും യോജിച്ചതേ ഞാൻ ചെയ്യാവൂ. ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. നാളിതുവരെ മഹിതമായ സംഘടന 90 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ സംഘടനയുടെ പ്രവർത്തകന്മാരിൽ നേതാക്കന്മാരിൽ ഒരൊറ്റ നേതാവും ഇങ്ങനെ പരസ്യമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് മരീമസമാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കാൻ ആരൊക്കെയാണോ കാരണക്കാരെങ്കിൽ അവരാണ് അതിന്റെ ലാഭവും നഷ്ടവും കണക്കാക്കേണ്ടതവരാണ്. 18 കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ വിദ്യാർത്ഥി ബന്ധം ആരോപിച്ചപ്പോൾ ഞാനൊരു ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. വടശ്ശേരി ഹസൻ മുസ്ലിയാർക്ക് ഫോൺ ചെയ്യുന്നൊരു ക്ലിപ്പ്. കാസർഗോഡ് മംഗലാപുരം ഭാഗത്തുള്ള ഒരു പ്രവർത്തകൻ വടശ്ശേരി ഹസൻ മുസ്ലിയാർക്ക് ഫോൺ ചെയ്യുകയാണ്. അവിടെ ഒന്നുമില്ല, നിങ്ങൾ അവിടെ ഇരിക്കും. അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥാപനത്തിൽ പി കെ ബഷീർ വന്നിരുന്നോ? ആ ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒന്നും മറുപടി പറയേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്റെ ആ ഫോൺ കോളിനെ സംബന്ധിച്ചൊന്നും ഉണ്ടാതിരുന്നത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി പറയാൻ കഴിയൂല. നേതാവ് മുതൽ താഴേക്ക് അനുയായി വരെ തങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മുഴുവനും വിദ്യാർത്ഥികാരുമായി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എല്ലാ ആളുകളുമായി നിങ്ങൾ ഇടപെടുകാറുണ്ട്.
ആവശ്യമുള്ള പൈസകൾ വാങ്ങാറുണ്ട്, എല്ലാ നിലക്കും ബന്ധപ്പെടാറുണ്ട്. പ്രസംഗത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചൊരുക്കുള്ളൂ, പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ആദർശമില്ല. അത് പ്രസംഗിക്കുമ്പോൾ സുന്നത്തെ മാറ്റത്തിന് കട്ടി പറയും, പ്രവർത്തനത്തിൽ നിങ്ങൾ ആദർശം നമ്മൾ കാണാറില്ല. അന്ന് നമ്മൾ ചോദിച്ചു, ഒരു മറുപടി കിട്ടിയില്ല. അതുപോലെ ഇവിടെ വിദേഹത്തിന്റെ വാദം കൊണ്ടുവന്ന രണ്ടാമത്തെ ആള് പേരുടദ്ര മസഖാഫിയാണ്. മഹാനായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നിഴലുണ്ടാകുമെന്ന തനിച്ച വഹാബിയൽ വാദം കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് വിദേഹത്തുകാർക്ക് ചൂട്ടുപിടിച്ചത് പേരുടദ്ര മസഖാഫിയാണ്. എന്തേ തിരുത്താഞ്ഞു? അയാളെ തിരുത്തിയില്ലല്ലോ, നേതൃത്വവും തിരുത്തിയില്ലല്ലോ. പേരുടദ്ര മസഖാഫിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി മോനെ 19 വരട്ടെ. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദ്യം, നബി തങ്ങൾക്ക് ചിലപ്പോൾ നിഴലുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാൽ നിഴലുണ്ടാകൂരാന്നാണല്ലോ രേഖയിലുള്ളത്. ഇത് രണ്ടും എങ്ങനെയാണ് യോജിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എതിരെന്നെയാണ്. നബി തങ്ങൾക്ക് നിഴൽ കണ്ടു എന്ന് പറഞ്ഞതും നബി തങ്ങൾക്ക് നിഴലുണ്ടാകാറില്ല എന്ന രണ്ട് എതിരെന്നെയാണ്. അങ്ങനെ നബി തങ്ങൾക്ക് നിഴൽ കണ്ടു എന്നൊരു വാദം ലോകത്തിന്നുവരെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ പേരോടല്ലാതെ ബാക്കിയുള്ളവരൊക്കെ മൗനാനുവാദം കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിങ്ങൾക്ക് ഏത് ആശയത്തിലാണ് വിശ്വാസമുള്ളത്? ഹബീബായ നബി തങ്ങളെ പരസ്യമായി ഈ രൂപത്തിൽ അവഹേളിക്കുമ്പോൾ പാടില്ല എന്ന് പറയാൻ തന്റെ ഇടം പോലെ നിങ്ങൾക്കുണ്ടായില്ല. ആ ഒരു മാന്യതകൾ നിങ്ങൾ കാണിക്കണമായിരുന്നു. പറയട്ടെ. എന്തുകൊണ്ട് നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. അങ്ങനെ തന്നെയാണ്. ഒരു കാലത്തും ഒരിക്കലും ഒരു സമയത്തും നിഴലുണ്ടായിട്ടില്ല. ആരെ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ പറഞ്ഞ് പെട്ടതാണെങ്കിൽ തിരിച്ചുകൂടെ? ഇവിടെ ആരാ വിദ്യാർത്ഥി വളർത്തിയത്? ഞങ്ങളാണോ? നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും ഇങ്ങനെയും ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഒരിക്കലും തങ്ങൾക്ക് നിഴലുണ്ടായിട്ടില്ല. നബിതങ്ങളുടെ ആ പ്രത്യേകമായ ഖുശൂസിയത്താണ് ഒരു നിലക്ക് നബിതങ്ങൾക്ക് നിഴലില്ല എന്നത്. ഈ വാദം വിദ്യാർത്ഥികാരുടെ വാദം നിങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവന്ന് മുജാഹിദുമായിട്ട് ഇസ്ലാമിയടക്കമുള്ള വിദ്യാർത്ഥികാർക്ക് വളവെച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് മാറി നിന്ന് തനി രാഷ്ട്രീയക്കാരന്റെ കുപ്പായം ധരിച്ച് നാട്ടിൽ ഫിത്നയുണ്ടാക്കി, നാട്ടിൽ കുഴപ്പമുണ്ടാക്കി, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള വ്യാമോഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ കുപ്പായം നിങ്ങൾ അഴിച്ചുവെച്ച് നാടിന്റെയും ദീനിന്റെയും മസ്ലഹത്തിന് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിയമപാലകന്മാരുടെ നിർദ്ദേശത്തെ 100% മാനിച്ചുകൊണ്ട് പിന്നൊരു സമയത്ത് കാണാമെന്ന് വാക്ക് തന്നുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഞങ്ങളെ സഹസ്രം നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നീ കബൂലാക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അതിൽ അടിയുറച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. ഇവിടെ കാര്യങ്ങൾ തുറന്നു പറയുമെന്നുള്ള പേടി കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി ചെന്നിട്ടുള്ളത്. നിങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടില്ല. പെർമിഷൻ നടത്തിയാൽ, നിങ്ങൾ കുത്തിത്തിരിപ്പ് നടത്തിയാൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, പ്രവർത്തകന്മാർക്ക് നീ ഖൈർ നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണമേ തമ്പുരാനെ. തെറ്റിദ്ധരിച്ചവർക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഇവിടുത്തെ പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, ദൂരദിക്കുകളിൽ നിങ്ങൾക്ക് പരിപാടി കേൾക്കാൻ വേണ്ടി വന്നവർ എല്ലാവർക്കും ഖൈർ നൽകണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഊസികും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.